ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മൾ ലളിതാ സഹസ്രനാമത്തിന്റെ നാമാർത്ഥങ്ങളിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. 13-ാം അധ്യായത്തിന്റെ, അതായത് ആ ഒരു വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം എന്നുള്ളത് നമ്മൾ അതിന്റെ മുഴുവനും അതിന്റെ സംഗ്രഹം കണ്ടു. ഇനി അതിലുള്ള നാമങ്ങൾ, ആ നാമാർത്ഥങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് സർവായുധതര ശുക്ല സംസ്ഥിത സർവതോന്മുഖി. സർവതോന്മുഖി എന്ന് പറയുന്ന നാമത്തിലാണ് നമ്മൾ നിർത്തിയത്. കാരണം സർവവർണോപശോഭിത എന്ന് പറഞ്ഞാൽ സർവവർണ്ണങ്ങളാലും, അതായത് വർണ്ണം എന്നതിന്റെ നിറം, അക്ഷരം എന്നുള്ള അർത്ഥങ്ങൾ ഉണ്ടെന്ന് കണ്ടു നമ്മള്. ഇപ്പൊ നിറം എന്ന അർത്ഥത്തിലാണെങ്കിൽ എല്ലാ യോഗികൾക്ക് ദർശനം നൽകുന്നവൾ എന്ന് വരും. അക്ഷരം എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ മുതൽ ക്ഷ വരെയോ ഹാ വരെയുള്ള ശക്തികളാൽ ശോഭിക്കുന്നവൾ എന്നും വരും. അപ്പൊ ആ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന പ്രാണോർജത്തിന് അമൃതാശക്തി എന്നും, ക്ഷായിലേതിന് ക്ഷമാവതി എന്നും, ഹായിലേതിന് ഹംസവതി എന്നാണ് പറയുന്നത്. സർവ ആയുധതര, അപ്പൊ എല്ലാ ആയുധങ്ങളും ധരിച്ചവളാണ് ദേവി. ശുക്ല സംസ്ഥിത, ശുക്ല പ്ലസ് സംസ്ഥിത, ശുക്ല ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ അങ്ങനെ ശുക്ല ധാതുവിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് യോഗികൾ അനുഭവിക്കുന്നവളാണ്. സർവതോന്മുഖി, സർവ ദിക്കിലേക്ക് മുഖമുള്ളവൾ. 532-ാമത്തെ നാമം. അപ്പം 533 മുതലാണ് നമ്മൾ അടുത്ത ഈ ഒരു വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ നാമങ്ങൾ തുടങ്ങുന്നത്. സർവോധന പ്രീത ചിത്ത യാകിന്യംബ സ്വരൂപിണി സ്വാഹ സ്വധാ മദർമേധ ശ്രുതി സ്മൃതിരനുത്തമ. അപ്പോ സർവോദന പ്രീത ചിത്ത, സർവ ഓദന പ്രീത ചിത്ത, സർവതരം അന്നത്തിലും പ്രീതിപ്പെടുന്നവൾ, ഭക്തിയോടെ നൽകുന്നത് എന്തും സ്വീകരിക്കുന്നവൾ. യാകിന്യംബ സ്വരൂപിണി, ഇപ്പൊ നമ്മൾ 528 മുതൽ 533 വരെ ചിത്രീകരിച്ച യാഗിനി എന്ന രൂപത്തിൽ ദർശനം നൽകുന്നവൾ. അപ്പൊ യോഗികൾക്ക് അനുഭവമാകുന്ന ദർശനമാണിത്. സ്വാഹ, സ്വാഹ എന്ന ഭാവത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. യജ്ഞത്തില് ആഹൂതി അർപ്പിക്കുന്ന മന്ത്രശബ്ദമാണ് സ്വാഹ. ഇത് ആഹൂതിയെ സൂക്ഷ്മ രൂപത്തിലാക്കി പ്രസരിപ്പിച്ച് ജീവജാലങ്ങളുടെ ഉള്ളിലെത്തിക്കുന്നു. ആ ശക്തിക്ക് ആധാരമായിരിക്കുന്നവൾ. സ്വധ, സ്വയം ധരിക്കുന്നവൾ, സ്വയം നിലനിർത്തുന്നവൾ. അമ്മയുടെ നിലനിൽപ്പിന് മറ്റൊന്നും സഹായം ആവശ്യമില്ല എന്നുള്ള തത്വത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. സ്വ എന്ന് പറഞ്ഞാൽ സ്വയം, ധ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവൾ, അതായത് നിലനിർത്തുന്നവൾ എന്നർത്ഥം. അപ്പോ സ്വാഹ സ്വധ അമതി, ആ മതി. അപ്പോ ആ മതി എന്ന് പറഞ്ഞാൽ, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെങ്കിൽ വിദ്യ. അമതി എന്ന് പറഞ്ഞാൽ അവിദ്യ. അവിദ്യയിൽ നിറഞ്ഞവൾ. വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമാണ്. അപ്പൊ അവിദ്യ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ജ്ഞാനവും. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പ്രപഞ്ചത്തിന്റെ ജ്ഞാനമായതുകൊണ്ട്, പ്രപഞ്ച ജ്ഞാനമായതുകൊണ്ട് അവിദ്യയാണ്. അപ്പൊ അവിദ്യ അറിവില്ലാത്ത അവസ്ഥയല്ല. അപ്പോ അമതി, മേധ, ജ്ഞാനരൂപിണി, അതായത് മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ധാരണാശക്തി, ഓർമ്മശക്തി എന്നൊക്കെ പറയാം. ഇതിനെല്ലാം ആധാരമായിട്ടിരിക്കുന്നവൾ. ശ്രുതി, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾക്ക് ആധാരമായിരിക്കുന്നവൾ. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം. അപ്പൊ ലിപി നിലവിൽ വരും മുമ്പേ കേട്ട് ഹൃദയസ്ഥമാക്കിയിരുന്നത് കൊണ്ട് വേദത്തിന് ശ്രുതി എന്നുള്ള പേരുണ്ടായി. പണ്ട് എഴുതി ഇല്ലായിരുന്നു. എഴുതി വെക്കാനായിട്ട് അങ്ങനെയല്ല, എല്ലാവരും കേട്ട് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കേട്ട് കേൾവിയിലൂടെയാണ് അത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ശ്രുതി. സ്മൃതി എന്ന് പറഞ്ഞാല് ധാർമ്മിക നിയമങ്ങൾക്ക് ആധാരമായവൾ. സ്മൃതി, ധർമ്മ നിയമങ്ങൾ. അനുത്തമ, അന ഉത്തമ, തന്നേക്കാൾ ഉത്തമമായിട്ട് വേറെ ആരും ഇല്ലാത്തവൾ. അപ്പൊ ഈ നാമങ്ങളെല്ലാം തന്നെ നമ്മൾ ചേർത്ത് കാണണം. അപ്പോ ആ ഒരു സർവതോന്മുഖി, സർവധന പ്രീതചിത്ത, എല്ലാ ഓദനങ്ങളിലും പ്രീതമാകുന്ന ചിത്തത്തോട് കൂടിയവൾ. അതായത് ഷഡാധാര പത്മങ്ങളിൽ ഓരോന്നിനും നമ്മൾ കണ്ടു, ഓരോ യോഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവിക്ക് വേറെ വേറെ നൈവേദ്യങ്ങൾ സൂചിപ്പിച്ചു ഇല്ലേ. ഇപ്പൊ സഹസ്രാരത്തിലെ യാഗിനി ദേവിക്ക് എല്ലാ ഓദനങ്ങളും പ്രിയമാണ്. ഇപ്പൊ സർവായുധധര, സർവതോന്മുഖിയായിരിക്കുന്ന ദേവി സർവോദനങ്ങളിലും എന്ത് കൊടുത്താലും എല്ലാറ്റിലും പ്രീതിയായിട്ടിരിക്കുന്നവളാണ്. ഇപ്പൊ യാഗിന്യംബ സ്വരൂപിണി, യാഗിനി എന്നുള്ള ദേവിയുടെ രൂപം ധരിച്ചവളാണ് ദേവി. അപ്പൊ സ്വാഹ സ്വധ എന്ന് പറഞ്ഞ, അപ്പൊ യോഗിനി രൂപത്തിൽ ദേവിയെ വർണ്ണിച്ചു കഴിഞ്ഞ് ദേവിയുടെ വിഭൂതികളും ആരാധനയ്ക്കുള്ള മാർഗങ്ങളുമാണ് ഈ പറയുന്ന സാമരസ്യം.
മാർഗഭേദങ്ങളുടെ സാമരസ്യം. അതാണ് ഈ പറയുന്ന ഇനി 400 ശിഷ്ട നാമങ്ങള് ഈ ദേവിയുടെ വിഭൂതി വിസ്താര എന്താ പറയാ സാമരസ്യമാണ് പറയുന്നത്. വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം. ഇപ്പൊ സ്വാഹ സ്വധ എന്നിയുള്ള 2 ശബ്ദങ്ങളും ദേവതമാരെ ഉദ്ദേശിച്ച് അനുഷ്ഠിക്കുന്ന ആ ഒരു ദ്രവ്യ ത്യാഗത്തെ കുറിക്കുകയാണ്. ഇപ്പൊ ഹോമം നടക്കുമ്പോൾ മന്ത്രത്തിന് മുമ്പ് ഓം എന്ന പിന്നിലെ സ്വാഹ എന്ന് ചേർത്ത് ഉച്ചരിക്കുകയാണ്. അപ്പൊ സ്വാഹ ശബ്ദം കൊണ്ട് ദേവതകളെ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ സോമ സംസ്ഥ അല്ലെ, ഹവി സംസ്ഥ, അപ്പൊ ആ ഒരു പാക സംസ്ഥാശ്ച സപ്തയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെല്ലാം തന്നെ എന്താ മാർക്കണ്ഡേയ പുരാണം പറയണു, ഇതിലെല്ലാം നമ്മൾ ദേവിയെ കണ്ടുകൊണ്ട് ദേവിയെ ആവാഹനം ചെയ്യുകയാണ്. അപ്പോ ദേവി മഹാത്മ്യത്തിൽ പറയണു, യസ്യാ സമസ്ത സുരതാ സമുദീരണേന തൃപ്തിം പ്രയാന്തി സകലേഷു മഖേഷു ദേവി സ്വാഹാസി വൈ പിതൃഗണസ്യ ച തൃപ്തി ഹേതുഹു ഉച്ചാര്യതേ ത്വമത ഏവ ജനൈ സ്വധാജ. അപ്പൊ അതുകൊണ്ട് ഉച്ചാരണം കൊണ്ട് ദേവസമൂഹവും സ്വാധാ ശബ്ദത്തിന്റെ ഉച്ചാരണം കൊണ്ട് പിതൃക്കളും തൃപ്തരാകുന്നു എന്നീ വരികളിൽ പറയുന്നുണ്ട്. ഇത് ദേവി മഹാത്മ്യത്തിൽ പറയാണ്. അപ്പൊ സ്വാഹ ശബ്ദം എന്ന് പറയുന്നത് എന്താ, അഗ്നിയുടെ പത്നിയായിരിക്കുന്ന സ്വാഹ അല്ലെ. ദേവി മഹാത്മ്യത്തിൽ തന്നെയുള്ള ബ്രഹ്മസ്തുതിയിൽ നിദ്രാരൂപിയായിരിക്കുന്ന ദേവിയെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷട്കാര സ്വരാത്മിക സുധാ ത്വമക്ഷരേ നിത്യേ ത്രിധ മാത്രാത്മിക സ്ഥിത എന്ന് സ്തുതിക്കുന്നുണ്ട്. അപ്പൊ ദേവിയെ ആ ഒരു സ്വാഹയുടെയും സ്വധയുടെയും രൂപത്തിൽ വർണ്ണിക്കണു ലളിതോപാഖ്യാനത്തില്. അതായത് ലളിത സ്തവ രാജരത്ന സ്തോത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോ ഈ ഒരു ദേവയജ്ഞം പിതൃയജ്ഞം ഇതിലെല്ലാം എന്താ ദേവി മുഖേന സ്വധ എന്നുള്ള പേരത്തിൽ, അതായത് ലോകത്തിന് ഉജ്ജീവനം നൽകുന്നത് കൊണ്ട് എന്താ പറയുക, അവർക്കെല്ലാം ഈ തർപ്പണം കൊടുക്കുന്നത് സ്വധയിലൂടെയാണ്. അപ്പോ അതുകൊണ്ടാണ് സ്വധാ ശബ്ദത്തിന് പിതൃക്കളുടെ കാര്യത്തിൽ ഇത്രയും പ്രധാനം. അപ്പൊ സ്വാഹ സ്വധ രണ്ടുപേരും ആ ഒരു ഷോഡശ മാതാക്കളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. ഗൗരി, പത്മ, ശജി, മേധ, സാവിത്രി, വിജയ, ജയ, ദേവസേന, സ്വധ, സ്വാഹ, മാത, ലോകമാത, ശാന്തി, പുഷ്ടി, ധൃതി, തുഷ്ടി എന്നിവരാണ് 16 മാതാക്കന്മാരായിട്ട് പറയുന്നത്. അപ്പൊ സ്വാഹാദേവിയെ അഗ്നിയുടെ പത്നിയായിട്ട് പുരാണങ്ങൾ കീർത്തിക്കുന്നു. ശിവപത്നിയും അഗ്നിമൂർത്തിയായിരിക്കുന്ന സ്കന്ദന്റെ മാതാവുമാണെന്ന് ലിംഗപുരാണം പറയണു. അപ്പോ പത്മപുരാണത്തിലെ ആ ഒരു പത്മപുരാണത്തിലെ ക്ഷേത്ര ഗണന സന്ദർഭത്തിലും മഹേശ്വര പീഠത്തിന്റെ അധിഷ്ഠാത്രിയായിട്ട് സ്വാഹാദേവിയെ പറയുന്നുണ്ട്. സ്വാഹ മഹേശ്വരിയെ പുരേ. അപ്പൊ സ്വധാദേവി ദക്ഷന്റെയും പ്രസൂതിയുടെയും പുത്രിയാണെന്ന് പുരാണങ്ങൾ പറയണു. ബ്രഹ്മാവിന്റെ മാനസപുത്രനായിരിക്കുന്ന അംഗീരസിന്റെ പത്നി. അപ്പൊ സ്വാഹാരൂപിണി എന്നും സ്വധാരൂപിണി എന്നുള്ള നാമങ്ങൾ രണ്ടും ദേവിയെ തന്നെയാണ് കാണിക്കുന്നത്. അമതി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു അവിദ്യാസ്വരൂപിണി. ആ ഒരു പ്രാഥമിക സൃഷ്ടി ശരിക്കും പറഞ്ഞാല് ആ അബുദ്ധിപൂർവമാകിയാൽ ആ ഒരു പ്രാഥമിക സൃഷ്ടിക്ക് കാരണഭൂതയാണെന്നും പ്രഥമ സൃഷ്ടി രൂപയെന്നും വ്യാഖ്യാനമുണ്ട്. അപ്പൊ അവിദ്യയും വിദ്യയും ദേവിയുടെ 2 ഭാവങ്ങൾ മാത്രമാണ്. പഞ്ചഭൂതങ്ങളും അവയുടെ കൂടിച്ചേരൽ കൊണ്ടുണ്ടാകുന്ന ബ്രഹ്മാണ്ട കോടികളും അവയിലുള്ള അചേതനങ്ങളെന്ന് നാം കണക്കാക്കുന്ന വസ്തുക്കളും ജീവികളില് ജ്ഞാനമില്ലാത്തവയാണ് എന്ന് നമ്മൾ കരുതുന്നതും എല്ലാത്തിന്റെയും കാരണമായിരിക്കുന്ന പരമചൈതന്യത്തിന്റെ ആവിഷ്കാരമാണ്. വിദ്യാരൂപമായിരിക്കുന്ന ജ്ഞാനവും അവിദ്യാരൂപമായിരിക്കുന്ന അജ്ഞാനവും ഇരുളും വെളിച്ചവും പോലെ പരസ്പരം ബന്ധപ്പെട്ടവ തന്നെയാണ്. മതി എന്നോ അമതിയോ എന്ന് പറഞ്ഞതിൽ കാര്യമായ വൈരുദ്ധ്യം ഇല്ല. മേധ, ഇപ്പൊ മേധ എന്നുള്ള പദത്തിന് ധാരണാ ശക്തി, ബുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ബുദ്ധി രൂപമായിട്ട് സകല ജീവികളിലും സർവ്വജീവികളിലും കുടികൊള്ളുന്നവൾ. അപ്പോ മേധാസി ദേവി വിദിതാഖില ശാസ്ത്രസാര എന്ന ദേവി മഹാത്മ്യ 4ാം അധ്യായത്തില് ദേവി സ്തോത്രത്തിൽ പറയുന്നുണ്ട്. ഇവിടെ സരസ്വതി എന്ന മേധാ ശബ്ദത്തിന് വ്യാഖ്യാനമുണ്ട്. സരസ്വതി എന്ന പദം ബുദ്ധിയെ ധാരണാശക്തിയുടെ പര്യായമായിട്ട് പ്രയോഗിച്ച് കാണുന്നുണ്ട്. യാ ദേവി സർവഭൂതേഷു മേധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന ദേവി മഹാത്മ്യത്തിൽ 5ാം അധ്യായത്തിലുള്ള സ്തോത്ര ഭാഗത്തില് മേധ എന്നതിന് പകരം ബുദ്ധി എന്ന പാഠഭേദം കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഏത് രീതിയിൽ ആണെങ്കിലും മേധയാണെങ്കിലും ബുദ്ധിരൂപയാണെങ്കിലും അത് ദേവിയെ തന്നെയാണ്. മുൻ നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ അബുദ്ധിപൂർവമായ സൃഷ്ടിയിൽ നിന്ന് ആ ഒരു ക്രമം
പ്രാപ്തമായിരിക്കുന്ന ബുദ്ധിപൂർവക സൃഷ്ടിയും ദേവി തന്നെ ആയതുകൊണ്ട് ആ അർത്ഥത്തിൽ മേധ എന്ന് പറയാം. അപ്പോ ആ ഒരു പത്മപുരാണത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള ദേവീ സ്ഥാനങ്ങളിലെ കാശ്മീര ദേശത്ത് പൂജിക്കപ്പെടുന്ന ദേവി മൂർത്തിക്ക് മേധ എന്ന് പേരുണ്ട്. മേധ കാശ്മീര മണ്ഡല എന്ന് പത്മപുരാണം. അപ്പൊ ആ ദേവിയുടെ രൂപത്തിലും സ്ഥിതി ചെയ്യുന്നവൾ. ശ്രുതി, ഇപ്പൊ വേദരൂപിണിയാണ് ദേവി അല്ലെ. ശ്രുതി എന്ന പദത്തിന് കേൾക്കപ്പെടുന്നതാണെന്ന് അർത്ഥം. ഗുരുശിഷ്യ പരമ്പരയായിട്ട് കേട്ട് ഹൃദയസ്ഥമാക്കി പോകുന്നതിനാൽ കൊണ്ടാണ് ഈ പേര് വന്നത്. വേദങ്ങൾ ദേവിയുടെ വർണ്ണാത്മക രൂപമായതുകൊണ്ട് ദേവി നാമമാണ് ശ്രുതി എന്നുള്ള പ്രയോഗം. അപ്പോ ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങൾ നിത്യയായിരിക്കുന്ന ലളിതാംബികയുടെ അവ്യയ ശക്തി തന്നെയാണ്. സ്മൃതി എന്ന് പറഞ്ഞാല് സ്മൃതി രൂപമായിട്ടിരിക്കുന്നവൾ. വേദങ്ങളെ ആധാരമാക്കി ഋഷിമാര് നിർമ്മിച്ച ധർമ്മശാസ്ത്രങ്ങളാണ് സ്മൃതികള്. മനുസ്മൃതി തുടങ്ങിയ പല സ്മൃതികൾ പ്രചാരത്തിലുണ്ട്. സ്മൃതി രൂപത്തില് പ്രത്യക്ഷപ്പെടുന്നത് ദേവി തന്നെയാണ് എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. അതായത് ഓർമ്മശക്തി എന്നും സ്മൃതിക്ക് പ്രാണികളിലെ ഓർമ്മശക്തിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്നത് ദേവി ചൈതന്യം തന്നെയാണ് എന്ന് ഈ നാമം പറയണു. ഇപ്പൊ യാദേവി സർവഭൂതേഷു സ്മൃതി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് ദേവി മഹാത്മ്യം 5-ാം അധ്യായം. അപ്പോ എന്താ പറയാ, ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. ഓർമ്മയില്ലെങ്കിൽ നമുക്കൊന്നും എന്താ പറയാ, ജീവിതം എന്താണ്, ലക്ഷ്യം എന്താണ്, ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പൊ സ്മൃതി എന്ന് പറയുന്നത് ദേവിയുടെ ഏറ്റവും ഉയർന്ന ഒരു ഗുണമാണ്. അതുകൊണ്ട് എപ്പോഴും എല്ലാ ദിവസവും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. യാ ദേവി സർവഭൂതേഷു സ്മൃതി രൂപേണ സംസ്ഥിത. ഓർമ്മയുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നതും അമ്മ തന്നെയാണ്. അപ്പോ അനുത്തമ, തന്നേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റാരുമില്ലാത്തവൾ, സർവശ്രേഷ്ഠയായിരിക്കുന്നവൾ. അപ്പോ എന്താ പറയാ, ഏറ്റവും ഉയർന്നത്. അനുത്തരൻ എന്ന പദം വിഷ്ണുവിനെയും ശിവനെയും കുറിക്കുന്നുണ്ട്. വിഷ്ണു ശക്തി തന്നെയാണ് ശിവശക്തിയായിട്ടിരിക്കുന്നത്, ശിവശക്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നെന്ന് വ്യാഖ്യാനമുണ്ട്. അനുത്തമ എന്ന നാമത്തെ ചിന്തിച്ച് ആ അനുത്തരയായ, അതായത് പരപ്രേരിതമല്ലാത്ത, മാ എന്ന് പറഞ്ഞ ബുദ്ധിയോട് കൂടിയവൾ എന്ന് നമുക്ക് പറയാം. മാ എന്നതിന് ഐശ്വര്യം എന്നും അർത്ഥമുണ്ട്. അപ്പോ അന്യനിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ലാത്ത ഐശ്വര്യമുള്ളവൾ എന്നർത്ഥം. അപ്പൊ സ്വതന്ത്ര ബുദ്ധി അല്ലെ, സഹജൈശ്വര്യ എന്ന പദങ്ങൾ കൊണ്ട് സൗഭാഗ്യ ഭാസ്കരൻ പറയണു അനുത്തമ എന്നുള്ള നാമം ദേവിക്ക് ഏറ്റവും യോജിച്ചതാണ്. അപ്പോ അടുത്ത നാമങ്ങളില് ദേവി എന്താ, പുണ്യകീർത്തി, പുണ്യലഭ്യ, പുണ്യശ്രവണ കീർത്തന, പുലോമചാർച്ചിത, ബന്ധമോചിനി, ബർബരാളക. പുണ്യകീർത്തി, പുണ്യശാലികളാൽ കീർത്തിക്കപ്പെടുന്നവൾ. പുണ്യം സൽക്കർമ്മം കൊണ്ട് കിട്ടുന്ന യോഗ്യതയാണ് അല്ലെ. പുണ്യലഭ്യ, പുണ്യവാന്മാർക്ക് മാത്രം ലഭിക്കുന്നവൾ. പുണ്യശ്രവണ കീർത്തന, അതായത് പുണ്യ ശ്രവണ കീർത്തന, ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പുണ്യം കൊടുക്കുന്നവൾ. പുലോമചാർച്ചിത, പുലോമജ പ്ലസ് അർച്ചിത. പുലു എന്ന് പറഞ്ഞാൽ പുരു, വളരെ, രായ്ക്ക് പകരം ലാ വന്നാലും കുഴപ്പമില്ല. പുലുകാമ, വളരെ കാമമുള്ള, ആഗ്രഹങ്ങൾ വർദ്ധിച്ച. പുലുകാമ എന്നത് ചുരുങ്ങി പുലോമ എന്ന് പ്രയോഗിക്കണം. വളരെ ആഗ്രഹമുള്ളവർ അതിനായിട്ട് അർച്ചിക്കുന്നത് ആരെയാണോ അവൾ എന്നർത്ഥം. പുലോമജം, ആഗ്രഹങ്ങളിൽ നിന്നുണ്ടായ അർച്ചിത, അർച്ചിക്കപ്പെടുന്നവൾ. ബന്ധമോചിനി, എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ. ബന്ധനം 3 വിധത്തിലാണ്: ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. കർമ്മം, പുനർജന്മം ഇത്യാദി എല്ലാം ഇതിൽ വരും. അപ്പോ ബർബര അളക, ഇളകുന്ന അളകത്തോടുകൂടി യോഗികൾക്ക് ദർശനം കൊടുക്കുന്നവൾ. ബർബരം എന്ന് പറഞ്ഞാൽ ഇളകുന്നത്, അളകം എന്ന് പറഞ്ഞാൽ കുറുനിര. അപ്പൊ നെറ്റിയുടെ മുകളില് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന, വെട്ടി നിർത്തിയിരിക്കുന്ന മുടിയുടെ നിര എന്നർത്ഥം. പുണ്യവാന്മാരാൽ കീർത്തിക്കപ്പെടുന്നവളാണ് ദേവി, പുണ്യകീർത്തി അല്ലേ. അപ്പൊ ദേവിയുടെ മഹാത്മ്യവും കീർത്തിയും കേൾപ്പിക്കുന്നതും പുണ്യമാണെന്ന് സൂചന. അപ്പൊ പുണ്യം നൽകുന്നവൾ എന്ന ആ കീർത്തിയുള്ളവൾ എന്ന വ്യാഖ്യാനം. എല്ലാ കർമ്മങ്ങൾക്കും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പുണ്യമോ പാപമോ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ ദേവിയെ ആരാധിക്കുക എന്നുള്ള ഒരു കർമ്മത്തിന് ഒരു സാഹചര്യത്തിലും പാപസ്പർശനം ഉണ്ടാകുന്നില്ല. അപ്പൊ പുണ്യവുമായിട്ട് മാത്രം ബന്ധമുള്ള കീർത്തി ഉള്ളവളാണ് ദേവി. പുണ്യലഭ്യ, പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവളാണ് അമ്മ. പൂർവ്വ പുണ്യം കൊണ്ട് മാത്രമേ ദേവി മന്ത്രം ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ പൂർവ്വ പുണ്യം കൊണ്ട് ദേവിയെ സ്തുതിക്കാനും ആരാധിക്കാനുമുള്ള
അവസരം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അനേക ജന്മത്തെ പുണ്യകർമ്മങ്ങൾ ചെയ്തിരിക്കണം. അഥസ്ത്വാം ആരാധ്യം കഥം അകൃത പുണ്യ പ്രഭവതി. ഹരിഹര വിരിഞ്ചാദികളാൽ പോലും ആരാധ്യയായിരിക്കുന്ന നിൻ തിരുവടിയെ പ്രണമിക്കാനോ സ്തുതിക്കാനോ സുഹൃതം ചെയ്യാത്തവർക്ക് എങ്ങനെ ഉണ്ടാകും? അല്ലെ, ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സൗന്ദര്യലഹരിയില് ആ ഒരു ഭഗവത് പാദർ ചോദിക്കുകയാണ്. അപ്പോ പശ്യന്തി പുണ്യപുഞ്ച ഏയെ വേദാന്ത തപസ്വിന രാഗിണോ നൈവ പശ്യന്തി ദേവീം ഭഗവതീം ശിവാം എന്ന ദേവി ഭാഗവതം. അപ്പൊ പുണ്യം കൊണ്ട് മാത്രമേ ദേവിയെ പ്രാപിക്കാൻ കഴിയൂ എന്നുള്ള സൂചനയാണ്. പുണ്യ ശ്രവണ കീർത്തന, തന്റെ മഹാത്മ്യം കേൾക്കുന്നവർക്കും കീർത്തനം ചെയ്യുന്നവർക്കും പുണ്യം ദാനം ചെയ്യുന്നവൾ. ലോകമാതാവിന്റെ ബഹുസഹസ്രനാമങ്ങള് ഏതെങ്കിലും ഒന്ന് ഭക്തിപൂർവ്വം കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്താല് സർവപാപങ്ങളും സൂര്യകിരണങ്ങൾക്ക് മുമ്പിൽ ഇരുട്ടെന്ന പോലെ മാഞ്ഞു പോകും. അപ്പൊ എല്ലാ പുരാണങ്ങളും ആഗമങ്ങളും ഇത് വിളംബരം ചെയ്യുന്നുണ്ട്. ദേവി മഹാത്മ്യം വർണ്ണിക്കുമ്പോൾ കഥകൾ പഠിക്കുക, ശ്രവിക്കുക, അന്യർക്ക് പറഞ്ഞു കൊടുക്കുക, ദേവി സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക, കേൾക്കുക തുടങ്ങിയവ കൊണ്ടുണ്ടാകുന്ന പുണ്യസമ്പത്ത് എത്രയെന്ന് വിവരിക്കാൻ സാധ്യമല്ല. പുലോമജാർച്ചിത, പുലോമജ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാണിയാൽ, പുലോമജ എന്ന് പറഞ്ഞാല് ഇന്ദ്രന്റെ ഭാര്യ അല്ലെ, ഇന്ദ്രാണി എന്നൊരു പേരുണ്ട്. അപ്പൊ ഇന്ദ്രാണിയാൽ അർച്ചിക്കപ്പെട്ടവൾ. ദേവി ഭാഗവതത്തിലെ ഈ ഒരു കഥാഭാഗത്തിൽ ഈ നാമം പറയുന്നുണ്ട്. നഹുഷൻ എന്ന രാജാവ് കുറെ കാലം ഇന്ദ്രന്റെ സ്ഥാനത്ത് ആ ഒരു ദേവാധിപത്യം വഹിച്ചു. ലഭിച്ച പദവിയിൽ അഹങ്കരിച്ച നഹുഷൻ ഇന്ദ്ര പദവിയോടൊപ്പം ഇന്ദ്രാണിയും തനിക്ക് വശംവദയാകണമെന്ന് ശഠിച്ചു. പതിവ്രത രത്നമായിരിക്കുന്ന ശചീദേവി ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ലളിതാംബികയെ വിധിപ്രകാരം ഉപാസിച്ച് ദേവി പ്രീതി കൊണ്ട് നഹുഷനിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് ഇന്ദ്രനെ മോചിപ്പിക്കുകയും ചെയ്തു. ബന്ധമോചിനി, ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ. ബന്ധം എന്ന പദത്തിന്റെ സാമാന്യ അർത്ഥം എന്ന് വെച്ചാൽ കെട്ട്. ബാണാസുരന്റെ ബന്ധനത്തിൽ നിന്ന് അനിരുദ്ധന് മോചനം ലഭിച്ചത് ദേവി പ്രസാദത്താലാണെന്ന് ഹരിവംശത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തില് ദേവി പ്രസാദം കൊണ്ട് ബന്ധമോചനം ലഭിച്ചവരുടെ പല വൃത്താന്തങ്ങളും പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ഉണ്ട്. ബന്ധം എന്ന പദത്തെ നമുക്ക് സംസാര ബന്ധം എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് സാധാരണ ജനത്തിന് ഉചിതം അല്ലെ. അവിദ്യാമയമായിരിക്കുന്ന സംസാരത്തില് ജനിച്ചും ജീവിച്ചും ജീവിതകാലത്തുണ്ടാകുന്ന കർമ്മബന്ധങ്ങളാൽ മരിച്ചാലും വീണ്ടും ജനിച്ചും താപത്രയങ്ങൾക്ക് വഴങ്ങി ക്ലേശം അനുഭവിക്കുന്ന ജീവികളെ നേർവഴിക്ക് നയിച്ച് മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുന്ന കരുണാമൂർത്തിയാണ് ദേവി. അതാണ് ഈ നാമം നമുക്ക് പറഞ്ഞു തരുന്നത്. ബർബരാളക, ഇപ്പൊ ആ ഒരു ബന്ധുരാളക എന്ന പാഠഭേദമുണ്ട്. ചുരുണ്ടത് എന്ന്, അതായത് ചുരുണ്ട എന്ന് ബർബര ശബ്ദത്തിന് ഒരു അർത്ഥമുണ്ട്. അപ്പൊ ചുരുണ്ട അളകങ്ങൾ ഉള്ളവൾ എന്ന് പദാർത്ഥം. അപ്പൊ സ്ഥൂലരൂപ വർണ്ണനയില് ദേവിയുടെ അളകങ്ങളുടെ ഭംഗിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ആ ഒരു എന്താ പറയാ, മനോഹരമായിരിക്കുന്ന ബന്ധുരാളക എന്ന പാഠം സ്വീകരിച്ചാല് മനോഹരമായിരിക്കുന്ന അളകങ്ങൾ ഉള്ളവൾ, ഉയർന്നും താണും തിരമാലകൾ പോലെ ശോഭിക്കുന്ന ചുരുണ്ട അളകങ്ങൾ ഉള്ളവൾ എന്നർത്ഥം. അപ്പൊ ഈ ദേവി ആരാണ്? വിമർശരൂപിണി വിദ്യ വിയദാദി ജഗത് പ്രസു സർവവിദ്യാ പ്രശംനി സർവമൃത്യു നിവാരണി. വിമർശരൂപിണി, ഇപ്പൊ നാമവും രൂപവും ഉള്ളവളാണ് പ്രത്യക്ഷപ്പെടുന്നവൾ അല്ലെ. വിമർശം, നാമവും രൂപവും. അപ്പൊ നാമരൂപങ്ങൾക്ക് അതീതയായിരിക്കുന്ന അമ്മ. പക്ഷെ നാമങ്ങളും രൂപങ്ങളും ഉള്ളതായിട്ട് നമുക്ക് വേണ്ടി അമ്മ പ്രത്യക്ഷപ്പെടുന്നു. ശരിക്കും നാമരൂപം ഇല്ലാത്ത ദേവി അല്ലെ, ആ ഒരു നിർഗുണ സ്വരൂപമായിട്ടിരിക്കുന്ന നിഷ്കളമായിരിക്കുന്ന ദേവി സകല രൂപമെടുത്ത് സഗുണാത്മികയായിട്ട് നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നു. വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തിന് ആധാരമായിട്ടിരിക്കുമ്പോൾ വിദ്യ ആത്മീയ ജ്ഞാനം, അവിദ്യ ഭൗതിക ജ്ഞാനം. വിയദാദി ജഗത് പ്രസു, വിയത് ആദി ജഗത് പ്രസു. വിയത് എന്ന് പറഞ്ഞ ആകാശം, പ്രസു പ്രസവിച്ചവൾ, ആകാശമാദിയായ ഭൂതങ്ങളെ പ്രസവിച്ചവൾ. ഇപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാല് അവർ ഇതുവരെ ഇല്ലാതിരുന്ന ഒന്നിനെ ഉണ്ടാക്കൽ, പ്രസവിക്കൽ, ഉള്ള ഒന്നിനെ പ്രകടമാക്കൽ എന്ന് പറയാം. അപ്പൊ സർവവ്യാധി പ്രശംനി, സർവ്വവിധത്തിലുള്ള രോഗങ്ങളെയും പൂർണ്ണമായിട്ട് ശമിപ്പിക്കുന്നവൾ. സർവ മൃത്യു നിവാരണി, സർവ വിധത്തിലുള്ള മൃത്യുവിനെയും ഒഴിവാക്കി തരുന്നവൾ. മൃത്യു 3 വിധത്തിലാണ്. പക്വം, അതായത് 60 വയസ്സിന് മേലെയുള്ളത്. അപക്വം, അതിനു മുമ്പുള്ളത്. രോഗ അപകടങ്ങളിൽ സംഭവിക്കുന്നത്. പുണ്യം, അപ്പോ 84നോ അതിനു ശേഷമോ ഉള്ളത് പുണ്യമാണ്. അപ്പൊ എല്ലാം അമ്മ ഒഴിവാക്കി തരുമെന്നർത്ഥം. മൃത്യുവിനെ ഇല്ലാതാക്കുകയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇത് തരുന്നത് അമ്മ തന്നെയാണ്.
അതായത് ഈ സ്ഥൂല ശരീരത്തെ നിലനിർത്തുക എന്നല്ല അതിന്റെ അർത്ഥം. ഈ സ്ഥൂല ശരീരങ്ങൾക്കുള്ള വ്യാധികളെല്ലാം മാറ്റിത്തരും. പക്ഷെ അതിലെ പ്രധാന അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എന്താണ് മോക്ഷം? ശരീരത്തിലൂടെ അല്ല, മനസ്സിലൂടെയാണ് മോക്ഷം നമ്മൾ പ്രാപിക്കേണ്ടത്, അല്ലെ? ഈ ഒരു അമൃതത്വത്തെ, ഈ ശരീരമല്ല ഞാൻ ആരാണ് എന്നുള്ള തത്വത്തെ മനസ്സിലാക്കി മോക്ഷം കൊടുക്കുന്നവൾ. അപ്പോ ബന്ധമോചിനിയായിരിക്കുന്ന ദേവി എന്താണ്? ബർബരാളക, വിമർശ രൂപിണി. അപ്പൊ വിമർശം സ്വരൂപമായിട്ടിരിക്കുന്നവൾ, ആ ഒരു പ്രകാശാത്മക പരബ്രഹ്മ സ്വഭാവം, അല്ലെ? സ്ഫുരണം, വിമർശം. അപ്പൊ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശിവൻ, ആ ഒരു പ്രകാശം, അതിന്റെ ഒരു സ്ഫുരണം, അതിന്റെ വിമർശ തത്വമായിട്ടിരിക്കുന്നവൾ. അപ്പൊ പ്രകാശാത്മകമായ പരബ്രഹ്മത്തിന്റെ സ്വാഭാവിക സ്ഫുരണമാണ് വിമർശം. അപ്പൊ ശിവൻ പ്രകാശരൂപമായിരിക്കുന്ന പരബ്രഹ്മം, ശക്തി അതിന്റെ വിമർശ രൂപമായിരിക്കുന്ന സ്ഫുരണം. അപ്പൊ ഇതിന്റെ പരസ്പരാപേക്ഷയാണ് അർദ്ധനാരീശ്വര തത്വം, അല്ലേ? ആ ഒരു വാഗർത്ഥാവിവ സംപ്രപ്തോ വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ. കാളിദാസന്റെ പ്രസിദ്ധമായ ശ്ലോകം ഇങ്ങനെയാണ്. അപ്പൊ വിമർശം, വാക്ക് വിമർശം, അർത്ഥം പ്രകാശം എന്ന് ആ വ്യാഖ്യാനത്തിൽ പറയുന്നു. അപ്പോ ആ ഒരു വിമർശ രൂപമായിരിക്കുന്ന ശക്തി, അല്ലെ? സ്വാഭാവികി സ്ഫുരത്ത വിമർശ രൂപാസ്യ വിദ്യതേ ശക്തി സൈവ ചരാചരമഖിലം ജനയിതി ജഗതേദപി ച സംഹരതി. ഇപ്പൊ വിമർശ രൂപമായിരിക്കുന്ന ശക്തി സർവചരാചരങ്ങളെയും ജനിപ്പിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. അപ്പോ എന്താ പറയാ? വാക്കിന്റെയും വാചകങ്ങളില് വാചക രൂപമായിരിക്കുന്നവൾ, അല്ലെ? മാതൃകാ വർണ്ണസ്വരൂപിണി. ഇതെല്ലാം തന്നെ എന്താണ്? ദേവി ആ ഒരു ദേവിയുടെ വിമർശ നാമരൂപങ്ങൾ എങ്ങനെയായിരിക്കും പറയുകയാണ്. ആ ദേവി ആരാണ്? വിദ്യാരൂപിണിയാണ്, അല്ലെ? മോക്ഷപ്രദമായിരിക്കുന്ന ജ്ഞാനം രൂപമായിട്ടുള്ളവൾ, ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ശക്തി. അപ്പോ ദേവി എന്താ? യാ മുക്തി ഹേതു അചിന്യ മഹാവൃതാത്വം അഭ്യസസേ സുനി യതേന്ദ്രിയ തത്വസാരൈഹി മോക്ഷാദിവർ മുനിബിര സമസ്ത ദോഷേർ വിദ്യാസിസ ഭഗവതി പരമാസി ദേവി. ദേവി മഹാത്മ്യം പറയണ എന്താണ്? നിൻ തിരുവടി മോക്ഷ ഹേതുവായിരിക്കുന്ന ആത്മവിദ്യയാണ്. ആ വിദ്യയുടെ സാധനം എന്ന് പറഞ്ഞാൽ എന്താ? അചിന്യമായിരിക്കുന്ന ജാതി ദേശ കാല സമയ വിച്ഛിന്നമായിരിക്കുന്ന മഹാവ്രതമാണ്. ഇപ്പൊ ദോഷങ്ങളില്ലാത്തവരും മോക്ഷാർത്ഥികളുമായ മുനിമാരാൽ വിദ്യാസ്വരൂപിണിയായ അവിടുന്ന് അഭ്യസിക്കപ്പെടുന്നു എന്ന് ദേവി മഹാത്മ്യം 4-ാം അധ്യായം. വിയതാദി ജഗത് പ്രസു, ആകാശം തുടങ്ങിയ ജഗത്തിന് പ്രസുവായിട്ടിരിക്കുന്നവൾ, അല്ലെ? സൃഷ്ടിയിൽ ആദ്യം ആകാശം, പിന്നീട് മറ്റു ലോകങ്ങളും എന്നുള്ള ക്രമമാണ്. അപ്പോ ആത്മന ആകാശ സംഭൂത എന്ന് ശ്രുതി പറയുന്നുണ്ട്. ആകാശത്തെയും ജഗത്തിലെ ഗോളങ്ങൾ തൊട്ട് ചരാചര പര്യന്തമായിരിക്കുന്ന എല്ലാത്തിനെയും പ്രസവിച്ചവൾ, ലോകമാതാവായിട്ടിരിക്കുന്നവൾ, ജഗത് ജനനി. അപ്പോ ആ ജഗത് ജനനിയായിരിക്കുന്ന ദേവി എന്താണ്? ആ ഒരു സർവവ്യാധി പ്രശംനി, അതായത് സാംക്രമികമായിരിക്കുന്ന ആഗന്തുകളായിരിക്കുന്ന എല്ലാ വ്യാധികളും 2 വിധമാണ്. വ്യാധിക്ക് രോഗം എന്നർത്ഥം. എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നവളെന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. സർവമൃത്യു നിവാരണി, എല്ലാവിധത്തിലുള്ള മരണത്തെയും നിവാരണം ചെയ്യുന്നവൾ, തടുക്കുന്നവൾ. അപമൃത്യു, കാലമൃത്യു തുടങ്ങി മൃത്യുവിന്റെ എല്ലാ രൂപങ്ങളെയും കുറിക്കാനാണ് സർവമൃത്യു എന്ന് പറയുന്നത്. ഇപ്പൊ ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ തന്നെ മരണസമയം നിശ്ചിതമാണെന്നാണ് വിശ്വാസം. ഈശ്വരാരാധന കൊണ്ട് കാലക്കേടുകൾ പലതും ഒഴിവാക്കാൻ കഴിയുമെങ്കിലും മൃത്യുവിനെ ഒഴിവാക്കാൻ സാധ്യമല്ല. മരണകാലം ഒഴിവാക്കാനും മാറ്റിവെക്കാനും സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന സനാതന നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഈ സാമാന്യ നിയമത്തിന് ദേവി ഉപാസന അപവാദമാണെന്ന് പറയുന്നു. ദേവി ഭക്തന്മാർക്ക് മൃത്യുഭയം ആവശ്യമില്ല. ആയുസ്സിന് വിധി നിർണയിച്ച പരിധി ഏതായാലും അത് കുറയ്ക്കാനോ കൂട്ടാനോ ദേവി കാരുണ്യത്തിന് കഴിയും. കർത്തും അകർത്തും അന്യഥാകർത്തും, അല്ലെ? ദേവിയുടെ അനുവാദമില്ലാതെ മൃത്യു ദേവിക്ക് പ്രിയമുള്ള ഭക്തരെ സമീപിക്കാറില്ല. ഇതിനാധാരമായി ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ ഏറെയുണ്ട്, അല്ലെ? ഇപ്പൊ സർവമൃത്യു നിവാരണി ദേവി ആരാണ്? അഗ്രഗണ്യ, അചിന്യ രൂപ, കലികൽമഷ നാശിനി, കാത്യായനി, കാലഹന്ത്രി, കമലാക്ഷ നിഷേവിത. നമ്മള് 6 നാമങ്ങൾ വെച്ചാണ് നോക്കുന്നത്. അഗ്രഗണ്യ,
അഗ്രഗണ്യ, എല്ലാത്തിനും ആദ്യം പരിഗണിക്കപ്പെടേണ്ടവൾ. അമ്മയെ സ്മരിച്ചുകൊണ്ട് എന്നും തുടങ്ങാവൂ എന്ന് താല്പര്യം. നമ്മൾ ഗണപതി എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയും ഗണപതിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആദ്യമായിട്ട് സ്മരിക്കപ്പെടണം. നമ്മൾ അമ്മയെ സ്മരിക്കുക അല്ലെ, സ്വന്തം അമ്മയെ, പെറ്റമ്മ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ നമ്മുടെ അമ്മ ദേവിയാണ്. അഗ്രഗണ്യ, ഏറ്റവും ആദ്യം സ്മരിക്കേണ്ടവൾ. അചിന്ത്യ രൂപ, ചിന്തകൾക്കപ്പുറം നിൽക്കുന്ന രൂപമുള്ളവൾ, ഭാവന ചെയ്യാൻ പോലും ആകാത്ത രൂപമുള്ളവൾ. കലി കൽമഷനാശിനി, കലി കൽമഷം ആദിയായിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നുള്ള ദോഷം ഇല്ലാതാക്കുന്നവൾ. കലി എന്ന് പറഞ്ഞാൽ ക്രോധം, കൽമഷം എന്ന് പറഞ്ഞാൽ പാപകർമ്മങ്ങളുടെ ഫലം. കാത്യായനി, കാത്യായനി മഹർഷി, അതായത് കാത്യായന മഹർഷിയുടെ മകളായിട്ട് ജനിച്ച് അവതാര സ്വരൂപിണിയായിരിക്കുന്ന യോഗിനി, ആ യോഗിനിയുടെ രൂപം പൂണ്ടവൾ. വിഷ്ണുവും കൃഷ്ണനും പോലെയാണ് ദേവിയും കാത്യായനിയും. കാത്യ സമ്പ്രദായത്തിൽപ്പെട്ട ഉപാസകന്മാരാൽ ആരാധിച്ചിരുന്ന ദേവീ രൂപമാണ് കാത്യായനി. കൗശികന്മാർ ആരാധിച്ചിരുന്ന രൂപമാണ് കൗശികി. കാലഹന്ത്രി, കാലത്തെ, അതായത് കാലത്തിന്റെ പരിമിതികളെ ഹനിച്ച് മുക്തി നൽകുന്നവൾ. കാലം, കാലൻ ഇവയെല്ലാം ഒന്നു തന്നെയാണ്. ആയുസിനെ തീർക്കുന്നതാണ് കാലം, അല്ലെ? അപ്പൊ കമലാക്ഷ നിഷേവിത, കമലാക്ഷൻ വിഷ്ണുവാണ്. നിഷേവിത എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെടുന്നവൾ, വിഷ്ണു രൂപത്തില് സേവിക്കപ്പെടുന്നവൾ. ദേവിയും വിഷ്ണുവും പരബ്രഹ്മം തന്നെയാണ്. അപ്പോ അഗ്രഗണ്യ, സർവ ജഗത്തിന് മുഖ്യ കാരണമായതുകൊണ്ടാണ് ദേവിക്ക് അഗ്രഗണ്യ, ആദ്യത്തിൽ ഗണിക്കപ്പെടേണ്ടവൾ. ദേവന്മാരെയും ത്രിമൂർത്തികളെക്കാൾ മുഖ്യമായിട്ടുള്ളവൾ. ത്രിമൂർത്തികളും ദേവന്മാരും ശക്തികളും ദേവിയെ സേവിച്ചാണ് നിൽക്കുന്നത്, അല്ലെ? ഇപ്പൊ ദേവിയിൽ നിന്ന് സിദ്ധിച്ച പ്രഭാവം ഉള്ളത് കൊണ്ട് തന്നെ ദേവിക്ക് അഗ്രഗണ്യ, അചിന്ത്യ രൂപിയായിട്ടിരിക്കുന്നവൾ. അചിന്ത്യ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനാകാത്ത രൂപത്തോടുകൂടി. മനോവാചാമ ഗോചര എന്നൊക്കെ പറയുന്നത് ഈ നാമത്തിനാണ്. അപ്പൊ ഈ നാമത്തില്, അതായത് ഈ സഹസ്രനാമത്തിൽ ദേവിയെ സ്ഥൂല രൂപത്തിലും പരാശക്തിയായിട്ടും വിവരിക്കുന്ന പല നാമങ്ങളും ഉണ്ട്. ഇപ്പൊ പുരാണങ്ങളിലും സ്തോത്രങ്ങളിലും ദേവിയെ അംഗപ്രത്യംഗം വർണ്ണിക്കുന്ന പല സന്ദർഭങ്ങളിലും മിക്കവാറും പരിചയം നമ്മൾ ഒരുപാട് നാമങ്ങൾ ഇത് കേട്ടു, ഇല്ലേ? ഇവയിലെല്ലാം കാണുന്ന ആ ഒരു എന്താ പറയാ, ഒരു പ്രധാന കാര്യം, ദേവി മനോവാചാമ ഗോചര, ഇല്ലേ? മനസ്സിനും വാക്കിനും ഗോചരമല്ലാത്തവൾ. ഇപ്പൊ സർവപ്രപഞ്ചവും ദേവി രൂപവും സർവഭാഷകളും ദേവി പ്രതിഭാസങ്ങളും എല്ലാം ദേവി തന്നെയാണ്. അപ്പൊ ദേവിയുടെ രൂപം എന്താന്ന് വിവരിക്കാനോ ചിന്തിച്ചറിയാനോ സാധ്യമല്ല. ബുദ്ധിയിലും ചിന്തയിലും ഒതുങ്ങാത്ത ആ ഒരു വിശ്വകർത്തൃയുടെ അല്പമാത്രമായിരിക്കുന്ന ആ ഒരു പ്രഭാതിശയം പോലും മനുഷ്യർക്ക് ചിന്തിച്ചറിയാൻ സാധ്യമല്ല. ഉൾക്കൊള്ളാനുള്ള കഴിവിനനുസരിച്ച് ഓരോരുത്തർക്കും ദേവിയെ സങ്കല്പിക്കാനും വിവരിക്കുകയും വർണ്ണിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. ഇപ്പൊ ദേവി കലികൽമഷനാശിനിയാണ്. കലിയുഗത്തില് കൽമഷത്തെ നശിപ്പിക്കുന്നവളാണ് അമ്മ. കാലം തന്നെ ദേവി രൂപമായതുകൊണ്ട് ആ ഒരു എന്താ പറയാ, കൃതം ത്രേത ദ്വാപരം കലി എന്നുള്ള യുഗവിഭാഗങ്ങളിൽ അതെല്ലാ യുഗങ്ങളും അമ്മ തന്നെയാണ്, ദേവി സ്വരൂപമാണ്. അപ്പൊ അവയില് കലിയുഗത്തില് ധർമ്മത്തിന് ക്ഷയവും അധർമ്മത്തിന് ശക്തിയും കൂടി ആ ഒരു യുഗാദി ദേവതയായിരിക്കുന്ന കലിയുടെ സ്വഭാവമാകിയാൽ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ കലിയുടെ കൽമഷങ്ങളെ നശിപ്പിക്കാൻ മറ്റാർക്കും സാധ്യമാകാത്തത് കൊണ്ട് ആ ശ്രീദേവി തന്നെ അതിനെ നശിപ്പിക്കുന്നു. അപ്പൊ ദേവി ഭക്തന്മാരെ കലിയുടെ ദോഷങ്ങള് ബാധിക്കുന്നില്ല എന്ന് ഈ ഒരു നാമം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു കാലവിശേഷം കൊണ്ട് കലികാലത്ത് മനുഷ്യൻ അധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, ചെയ്തു പോകും. അപ്പൊ അധർമ്മ ആചരണത്തിൽ നിന്നുള്ള പാപത്തെ, ആ പാപത്തിൽ നിന്നുള്ള ദുരിതങ്ങള് ആ ഒരു സ്വഭാവമായിട്ട് വരുമ്പോ ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാന് ദേവി സ്മരണ തന്നെയാണ് വേണ്ടത്, അല്ലെ? കൃതസ്യാഖില പാപസ്യ ജ്ഞാനതോ അജ്ഞാനതോ വാപി പ്രായശ്ചിത്തം പരം പ്രോക്തം പരാശക്തി പദസ്മൃതി. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയണു, നമ്മൾ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും കൃതസ്യ അഖില പാപസ്യ, എല്ലാം ചെയ്തു പോയ പാപങ്ങള് അറിഞ്ഞോ അറിയാതെയോ, പ്രായശ്ചിത്തം, അതിന്റെ പ്രായശ്ചിത്തം എന്താണ്? പരം പ്രോക്തം പരാശക്തി പദസ്മൃതി, അമ്മയുടെ പാദങ്ങളെ സ്മരിച്ചാൽ മതി, ഈ പാപങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. ഇപ്പൊ കാത്യായനി, കഥൻ എന്ന ഋഷിയുടെ മകളായിട്ട് ജനിച്ചതുകൊണ്ട് കാത്യായനി. അപ്പൊ ദേവിക്ക് പേരുണ്ടായി. അപ്പൊ സർവ്വദേവന്മാരുടെ തേജസ്സുകൾ ഏകീഭവിച്ച് ദേവി രൂപമായതുകൊണ്ട് ദേവി മഹാത്മ്യത്തില് എന്താ പറയാ, ആ ദേവി മഹാത്മ്യ ഗ്രന്ഥങ്ങളിലെല്ലാം ദേവി സ്വരൂപത്തെ കുറിച്ച് കാത്യായനി എന്നുള്ള പദം വെച്ച് തന്നെയാണ് അമ്മയെ എന്താ പറയാ സ്മരിക്കുന്നത്, അല്ലേ? ആ ഒരു സ്തുതിക്കുന്നത്. തച്ചാപി തേജോവരം ഉത്തമം മഹന്നാമ
പൃഥ്വ്യാ ഭവേത് പ്രസിദ്ധം കാത്യായനിത്യേവ തഥാ ബഭൗ നാംന തദൈവ ജഗത് പ്രസിദ്ധ. അപ്പൊ ഈ ദേവിയുടെ പേര് കാത്യായനി അല്ലേ? അപ്പൊ കാത്യായനി, ചോഡ്ഡിയാനെ, കാമാഖ്യ, കാമരൂപകെ, പൂർണേശ്വരി, പൂർണ്ണ ഗൗരവ്, ചണ്ഡി, ജലന്ധരെ സ്മൃത. അപ്പൊ ഈ കാളികാ പുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കാത്യായനി എന്നുള്ള നാമം വളരെ പ്രസിദ്ധമായിരിക്കുന്ന നാമമാണ് അല്ലേ? കാത്യായനി കാലഹന്ത്രി. അപ്പൊ കാലഹന്താവായിട്ടിരിക്കുന്ന ശിവൻ, കാലഹന്ത്രി ശിവപത്നി, കാലത്തെ സംഹരിക്കുന്നവൾ, നിയന്ത്രിക്കുന്നവൾ എന്ന അർത്ഥം. ശിവരൂപിണിയായിട്ട് കാലനെ സംഹരിച്ചവൾ എന്ന വ്യാഖ്യാനം. അപ്പൊ ബ്രഹ്മാണ്ടങ്ങളിലും അവയിലുള്ള ചേതനങ്ങളുടെയും സൃഷ്ടിക്കും നിലനിൽപ്പിനും നാശത്തിനും കാരണം കാലമാണ്. അപ്പൊ ഇവയെല്ലാം ഗ്രസിക്കുന്ന കാലത്തെ പരാശക്തിയായിരിക്കുന്ന ലളിതാംബിക നശിപ്പിക്കണു. കാലഹന്ത്രിയായ ദേവിയെ ആശ്രയിക്കുന്നവർക്ക് ആ ഒരു പ്രവർത്തനത്തിന് അതീതരായി തന്നെ ഇരിക്കുന്നു. അപ്പോ കമലാക്ഷ നിഷേവിത. അപ്പോ കമലാക്ഷനാൽ അതായത് വിഷ്ണുവിനാൽ നിഷേവിതയായിട്ട് ഇരിക്കുന്നവൾ. ഹരിസ്വാം ആരാധ്യം പ്രണതജന സൗഭാഗ്യജനനീം പുരാനാരി ഭൂത്വ പുരരിപുമപി ക്ഷോഭ മനയത്. അപ്പൊ വിഷ്ണു പുരാണത്തിൽ അതായത് ആ ഒരു ദേവിയെ സ്തുതിച്ചുകൊണ്ട് വിഷ്ണുവിന് പണ്ട് അതായത് ദേവിയെ ആരാധിച്ച് അനേകം വരങ്ങൾ കിട്ടി സ്ത്രീരൂപം ധരിച്ച് ത്രിപുരാന്തകനായിരിക്കുന്ന പരമശിവനെ കൂടി മനക്ഷോഭം ജയിപ്പിച്ചു എന്നർത്ഥം. സൗന്ദര്യലഹരിയിൽ അത് പറയുന്നുണ്ട്. അപ്പോ എന്താ പറയാ, വിഷ്ണു രൂപിണിയാണ് ദേവി അല്ലെ? ഇന്ദ്രനീലമയീം ദേവിയും വിഷ്ണു അർച്ചയതേ സദാ വിഷ്ണുത്വം പ്രാപ്തയാൻ തേന. അപ്പൊ ഇത് കമലാക്ഷ നിഷേവിത എന്ന് പറയുന്നതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ വിഷ്ണുവിനാൽ സേവിക്കപ്പെടുന്നവൾ. അടുത്ത നാമങ്ങൾ തുടങ്ങുന്നത് താംബൂലപൂരിതമുഖി, ദാഡിമി, കുസുമപ്രഭ, മൃഗാക്ഷി, മോഹിനി മുഖ്യ, മൃഡാനി, മിത്രരൂപിണി. അപ്പൊ താംബൂലപൂരിതമുഖി, താംബൂലപൂരിതമുഖി, ജീവികളിലെ ഗ്ലാനിക്കും ആസക്തിക്കും ആധാരമായിരിക്കുന്നവൾ. താംബൂലം എന്ന് പറഞ്ഞാല് ഗ്ലാനിയും ആസക്തിയും കാമവും ഉണ്ടാക്കുന്നതാണ്. പൂരിതം എന്ന് പറഞ്ഞാൽ നിറഞ്ഞത്, മുഖി ആർന്നവൾ. ജീവജാലങ്ങളിലെ ക്ഷീണവും ആസക്തിയും ഉണ്ടാക്കുന്ന ഭാവത്താൽ നിറഞ്ഞവൾ. ദാഡിമി കുസുമപ്രഭ, ദാഡിമി കുസുമം, ദാഡിമം എന്ന് പറഞ്ഞാൽ മാതളപ്പൂവിന്റെ പ്രഭയോട് യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. ഇപ്പൊ മാതളപ്പൂവിന്റെ നിറം ചുവപ്പാണ് അല്ലെ? ഇപ്പൊ മൃഗാക്ഷി, മൃഗം എന്ന് പറഞ്ഞാൽ മാന്, അക്ഷി കണ്ണ്. ഇപ്പൊ മാനിന്റേത് പോലെയുള്ള കണ്ണുകളോടുകൂടെ യോഗികൾക്ക് ദർശനം കൊടുക്കുന്നവൾ. മാൻ മിഴി അല്ലെ? സുന്ദരമായ മിഴികളോട് കൂടിയവൾ. മോഹിനി, ജീവജാലങ്ങളിലെ മോഹനത്തിന് ആധാരമായിരിക്കുന്നവൾ, ജീവജാലങ്ങളെ മോഹിപ്പിക്കുന്നവൾ. മുഖ്യ, ഏറ്റവും ശ്രദ്ധ നൽകുന്നവൾ, ശ്രദ്ധിക്കപ്പെടേണ്ടവൾ, ശ്രദ്ധ നൽകപ്പെടേണ്ടവൾ അല്ലെ? പ്രപഞ്ചത്തിന് ഏറ്റവും മുഖ്യമായിട്ടിരിക്കുന്നവൾ. മൃഡാനി, മൃഡം എന്ന് പറഞ്ഞാൽ സുഖം, മംഗളം, സുഖവും മംഗളവും നൽകുന്നവൾ. മൃഡൻ ശിവനാണ്, മൃഡാനി ശിവ. മിത്രരൂപിണി, മിത്രങ്ങളുടെ രൂപത്തില് ഭക്തന് താങ്ങായിട്ട് നിൽക്കുന്നവൾ. അപ്പൊ താമ്പൂലം കൊണ്ട് പൂരിതമായ മുഖം ഉള്ളവൾ, അതായത് താമ്പൂല ചർവണം ചെയ്യുന്നവൾ എന്നർത്ഥം. മാതള കുസുമം പോലെ ആരക്തവർണമായിട്ടുള്ള ശരീരപ്രഭയോട് കൂടിയവളാണ് ദേവി. മാനിന്റെ കണ്ണുപോലെ ചഞ്ചലവും മനോഹരവുമായിരിക്കുന്ന കണ്ണുള്ളവൾ. സുന്ദരിയായിരിക്കും അല്ലെ? മാനിന്റെ കണ്ണുകളോട് സുന്ദരിയായ സ്ത്രീകളുടെ കണ്ണുകളെ ഉപമിക്കുന്നത് ഒരു ഭാരതീയ കവി സങ്കല്പമാണ്. മോഹിനിയാണ് അമ്മ, മോഹിപ്പിക്കുന്നവളാണ്. മായാരൂപിണിയായിരിക്കുന്ന ദേവി എല്ലാവരെയും മോഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത് അല്ലെ? മഹാമായ, മഹാമായ എന്താ ചെയ്യുന്നത്? എല്ലാ ഹരൈശ്ചൈ തത് തയാ സമ്മോഹ്യതേ ജഗത് ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകർഷ്യ മോഹായ മഹാമായ പ്രയശ്ചതി. ദേവി മഹാത്മ്യം 1-ാം അധ്യായം അല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ലോകത്തെ മുഴുവനും മോഹിപ്പിക്കുന്നവള്, സ്വഭാവ ഗുണം ഇല്ലേ? സ്വഭാവ ഗുണം കൊണ്ട് ആ ഒരു മനോഹാരിത്വം കൊണ്ട് എല്ലാം മോഹിനി എന്നുള്ള പേര്. ഇപ്പൊ പാലാഴി കടഞ്ഞു കിട്ടിയ അമൃത് രാക്ഷസന്മാര് അപഹരിക്കാൻ വേണ്ടി അപഹരിക്കാതിരിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ മോഹിനി വേഷം ധരിച്ച കഥ ആ ഒരു ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമാണ്. ആ മോഹിനിയുടെ രൂപം ധരിച്ചവൾ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. മുഖ്യ, അതായത് ആ ഒരു മുഖേ സർവദൗ ഭവ മുഖ്യ. അപ്പൊ എന്ന് നിർവചനമുണ്ട്. എല്ലാത്തിനും മുമ്പുണ്ടായവൾ, ആദിയിൽ ഉണ്ടായവൾ അല്ലേ?
അപ്പം അഹമസ്മി പ്രഥമജ ഋതസ്യ എന്ന് ശ്രുതി പറയുന്നുണ്ട്. പ്രധാനപ്പെട്ടവൾ, മറ്റു ദേവതകളെ തന്റെ അംഗങ്ങളായിട്ടും ആവരണങ്ങളായിട്ടും നിയോഗിക്കുന്നവൾ, മറ്റു ദേവതകളെക്കാൾ ശ്രേഷ്ഠയായിരിക്കുന്നവൾ, മൃഡാനി. അപ്പൊ മൃഡൻ ശിവൻ, മൃഡാനി ശിവപത്നി. അപ്പൊ മൃഡ ശബ്ദത്തിന് സുഖം നൽകുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോ ആ ഒരു സുഖം നൽകുന്നവളാണ് മൃഡാനി, ഇല്ലേ? മൃഡ സുഖേന എന്ന് ഉൽപ്പത്തി. ഇപ്പൊ മിത്രരൂപിണി. മിത്രരൂപിണി എന്ന് പറഞ്ഞാൽ മിത്രന്മാരുടെ രൂപം ധരിച്ചവൾ. മിത്ര ശബ്ദത്തിന് സൂര്യൻ എന്ന അർത്ഥമുണ്ട്. ദ്വാദശാദിത്യന്മാരുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി തന്നെയാണ് ഈ നാമത്തിൽ. അങ്ങനെ നമുക്ക് എടുക്കാം. മിത്ര ശബ്ദത്തിന് ബന്ധു എന്ന അർത്ഥമുണ്ട്. ബന്ധു സ്വരൂപ എന്നീ പക്ഷത്തിലെ വ്യാഖ്യാനം. അപ്പോ ലോകബന്ധു എന്നുള്ള പദത്തിന് സൂര്യൻ എന്ന അർത്ഥമുണ്ട്. അപ്പോ സൂര്യൻ പ്രപഞ്ചത്തിന് ബന്ധുവാണ് എന്നർത്ഥം. അപ്പോ മിത്രരൂപിണി എന്ന് പറഞ്ഞാൽ മിത്രങ്ങളുടെ രൂപത്തിൽ ഭക്തന് താങ്ങായിട്ടിരിക്കുന്നവൾ എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കാം. പല പല അർത്ഥങ്ങൾ ഇതിനെടുക്കാം. അപ്പൊ നിത്യതൃപ്ത ഭക്തനിധിർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രിയ ദിവസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി. ഇപ്പൊ നിത്യതൃപ്ത, എന്നും തൃപ്തിയായിട്ടിരിക്കുന്നവൾ, അതായത് തൃപ്തിപ്പെടുത്തുന്നതിനപ്പുറം ഇരിക്കുന്നവളാണ്, അല്ലെ? ഭക്തനിധി, ഭക്തന്മാർക്ക് പരമമായിട്ടുള്ള നിധിയായിട്ടുള്ളവൾ. നിയന്ത്രി, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൾ. നിഖിലേശ്വരി, നിഖിലം എന്ന് പറയാൽ അഖിലം, അഖിലത്തിനും ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. മൈത്രിയ ദിവാസന ലഭ്യ, മൈത്രി ആദി വാസന ലഭ്യ, മൈത്രി ആദിയായിട്ടുള്ള വാസനകളാൽ ലഭിക്കുന്നവൾ. അപ്പൊ എന്തൊക്കെയാണ് ഗുണങ്ങള്? മൈത്രി, കരുണ, മുദിത, സന്തോഷം, അല്ലെ? ഉപേക്ഷ എന്നീ 4 അവ വാസനയ്ക്ക് ഇവിടെ മനസ്സിൽ അടിസ്ഥാനമായ ഭാവം എന്നാണ് അർത്ഥം. അപ്പൊ സുഖികളോട് മൈത്രി, ദുഃഖികളോട് കരുണ, നന്മ നിറഞ്ഞവരുടെ സംഗമത്തിൽ സന്തോഷം, ദുർജനങ്ങളോട് ഉപേക്ഷ. ഇതാണ് ഈ വാസനകള്. ഇതിനെയാണ് നമ്മൾ യോഗ ദർശനം എന്നൊക്കെ പറയുന്നത്. അപ്പോ ദേവി എന്താ? മഹാപ്രളയ സാക്ഷിണി, സമ്പൂർണ്ണ പ്രളയത്തിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്നവൾ. പ്രളയം 2 വിധത്തിലാണ്. ഓരോ നിമിഷത്തിലും ഓരോന്നില്ലാതാകുന്നു. അനുനിമിഷ പ്രളയം, ഈ സൃഷ്ടിയുടെ കാലം അവസാനിച്ച് പ്രപഞ്ചമാകെ ആദിമമായിരിക്കുന്ന മൂലപ്രകൃതിയിൽ ലയിക്കുന്നത് മഹാപ്രളയം, അല്ലെങ്കിൽ സമ്പൂർണ്ണ പ്രളയം. അത് അടുത്ത സൃഷ്ടി വരെ അങ്ങനെ നിലകൊള്ളും. അപ്പോ എന്താ പറയാ, അതിനെല്ലാം സാക്ഷിയായിട്ടിരിക്കുന്നവൾ. അപ്പോ മുഖ്യമായിട്ട് എന്താ? എല്ലാത്തിനും മുമ്പുണ്ടായവളാണ്, അല്ലെ? അപ്പൊ ആദ്യം ഉണ്ടായവൾ, അപ്പൊ പ്രധാനപ്പെട്ടവൾ. അപ്പൊ മൃഡാനിയാണ്, മിത്രരൂപിണിയാണ്. മിത്രന്മാരുടെ രൂപം ധരിച്ച ദേവി എന്നും തൃപ്തയാണ്. ആഗ്രഹം സാധിക്കുന്നത് കൊണ്ട് മനസ്സിന് മതി എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നതിനാണ് നമ്മൾ തൃപ്തി എന്ന് പറയുന്നത്, അല്ലെ? എത്ര ഭക്ഷണം മാത്രമാണ് നമ്മൾ മതി എന്ന് പറയുന്നത് വയറ് നിറയുമ്പോൾ. ഇല്ലായ്മയിൽ നിന്നാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഇല്ലാത്തത് നേടാനാണ് വാഞ്ച, അതിനെയാണ് നമ്മൾ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അത് നേടുന്നത് കൊണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന തൃപ്തി താൽക്കാലികമാണ്. ഒരാഗ്രഹം സാധിക്കുമ്പോൾ മറ്റൊരാഗ്രഹം ഉടലെടുക്കുന്നു. ഇപ്പൊ സർവപ്രപഞ്ചങ്ങളിലും സൃഷ്ടികർത്തിയും ഒരു രക്ഷാകർത്തിയുമായിരിക്കുന്ന ദേവിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നും തൃപ്തിയാണ്, അല്ലെ? അമ്മയ്ക്ക് തൃപ്തയാണ്. ആ ഒരു നിത്യം കൊണ്ട് ആ ഒരു എന്താ പറയാ, തൃപ്ത ആയിട്ടിരിക്കുന്നവൾ, അല്ലെ? ഈ പക്ഷത്തിലെ നിത്യം എന്നുള്ളതിന് സ്വരൂപ ആനന്ദം എന്നെടുക്കാം. ആനന്ദരൂപിണി, അതുകൊണ്ട് തൃപ്തിയായിട്ടിരിക്കുന്നവൾ. ഭക്തനിധി, ഭക്തന്മാർക്ക് നിധിയാണ് അമ്മ. നിധി എന്ന് പറഞ്ഞാൽ എന്താ? സുവർണം, രത്നങ്ങൾ തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ശേഖരത്തെയാണ് കുറിക്കുന്നത്. ഇപ്പൊ സമ്പത്ത് എന്നതിന് പര്യായമായിട്ട് പലപ്പോഴും നമ്മള് എന്താ പറയാ, പ്രയോഗം ഭക്തന്മാർക്ക് നിധിയായിട്ടുള്ളവൾ എന്ന പ്രയോഗം കൊണ്ട് ഭക്തന്മാർക്ക് സമ്പത്ത് നൽകുന്നവളെന്നും മോക്ഷമാർഗം കാട്ടുന്നവളെന്നും അർത്ഥം എടുക്കാം. ഏറ്റവും വലിയ ഐശ്വര്യം എന്താ നമുക്ക് അമ്മ തരുന്നത്? കൈവല്യ പ്രാപ്തിയാണ്, അല്ലേ? ആ ഐശ്വര്യം ഭക്തന്മാർക്ക് നൽകുന്നവൾ. നിയന്ത്രി, അപ്പൊ ആ ഒരു നിഖില നിയാമകത്വം കൊണ്ട് നിയന്ത്രി എന്നുള്ള പേര്. അപ്പൊ ജഗത്തിനെ നിയന്ത്രിക്കുന്നവൾ. ആ ഒരു ജഗത്തിനെ എല്ലാം തന്നെ ജഗത്തിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വ പ്രപഞ്ചത്തിലും നടക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജഗദംബിയുടെ നിയന്ത്രണത്തിന് വിധേയമാണ്, അല്ലെ? അമ്മയുടെ ആജ്ഞയ്ക്ക് വഴങ്ങിയല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. നിഖിലേശ്വരി, എല്ലാത്തിനും ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. ഈശ്വരി ശബ്ദം എന്ന് പറഞ്ഞാൽ കുണ്ടലിനി ശക്തിയും കുറിക്കുന്നുണ്ട്. സർവ്വ പ്രാണികളിലും കുണ്ടലിനി രൂപത്തിൽ കുടികൊള്ളുന്നവൾ. അപ്പൊ മൈത്രിയ ദിവസന ലഭ്യ, വിവാസന ലഭ്യ എന്ന് പറഞ്ഞാൽ മൈത്രി തുടങ്ങിയ വാസനകളിൽ ലഭ്യമായിട്ടുള്ളവൾ.
അപ്പൊ നമ്മള് മൈത്രി, കരുണ, മുദിതം, ഉപേക്ഷ എന്നാണ് വാസനകളെന്ന് കണ്ടു. അപ്പൊ സുഖികളോട് മൈത്രിയായിട്ടിരിക്കണം, അല്ലെ? ദുഃഖിതരില് കരുണ ഉണ്ടായിരിക്കണം, പുണ്യവാന്മാരില് സന്തോഷം, പാപികളില് ഉപേക്ഷ, അവരില് താല്പര്യമില്ലായ്മ. ആ ഒരു ഭാഗവതത്തിൽ ഈ വാസനകളെ മൈത്രി, കരുണ, മുദിതോപേക്ഷരാണാം സുഖദുഃഖ പുണ്യ വിഷയാണാം ഭാവന തസ് ചിത്തപ്രസാദനം എന്ന് പതഞ്ജലി യോഗസൂത്രം പറയുന്നുണ്ട്. ഈ ദേവി ആരാണ്? മഹാപ്രളയ സാക്ഷിണിയാണെന്ന് നമ്മൾ കണ്ടു, ഇല്ലേ? മഹാപ്രളയ കാലത്ത് എല്ലാം നശിക്കുമ്പോൾ ആ നാശത്തിന് സാക്ഷിയായിട്ടിരിക്കുന്നവൾ, മറ്റെല്ലാം നശിക്കുമ്പോൾ നാശമില്ലാത്തവളായിരിക്കുന്ന ലളിതാംബിക മാത്രം അവശേഷിക്കുന്നു എന്നും, പ്രളയം മൂലമുണ്ടാകുന്ന പ്രപഞ്ചനാശം അമ്മയുടെ ഇച്ഛ മൂലം ഉണ്ടാകുന്നതാണെന്നും, മഹേശ്വര, മഹാകൽപ, മഹാതാണ്ഡവ സാക്ഷിണി എന്നുള്ള നാമത്തിൽ അങ്ങനത്തെ ഒരു ആശയമുണ്ട്. കാരണം ശിവനും ശക്തിയും മാത്രം പ്രളയം കഴിയുമ്പോൾ ശേഷിക്കുന്നു. പ്രകൃതി പുരുഷ രൂപം ധരിച്ച് ശക്തിയുടെയും ശിവന്റെയും സംയോഗം കൊണ്ട് വീണ്ടും പ്രപഞ്ചം ഉണ്ടാകണം, അല്ലെ? അപ്പോ എന്താ പറയാ, സൗന്ദര്യ ലഹരിയിലും ഇത് തന്നെയാണ് പറയുന്നത്. കാരണം എന്താ പറയാ, എല്ലാം നശിക്കുമ്പോഴും അമ്മയും ഭഗവാനും മാത്രം നശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ദേവിക്ക് അടുത്ത നാമത്തില് പേര് പരാശക്തി. പരാശക്തി, പരാനിഷ്ഠ, പ്രജ്ഞാനഘന രൂപിണി, മാധ്വീപാനാലസ മത്ത, മാതൃകാവർണ്ണ രൂപിണി. പരാശക്തി, ഏറ്റവും പരമമായ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ശക്തിയായിരിക്കുന്നവൾ. പരാനിഷ്ഠ, നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാതെ സ്ഥായിയായിട്ട് സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, മാറ്റമോ പരിവർത്തനമോ ഇല്ലാതെ പരമമായ അചഞ്ചലാവസ്ഥയിൽ വർത്തിക്കുന്നവൾ. പ്രജ്ഞാന ഘനരൂപിണി, പ്രജ്ഞാനം ഘനരൂപത്തിലിരിക്കുന്നവൾ, അല്ലെ? ഈട്ടം കൂടിയ ബോധരൂപമാർന്നവൾ. ഘനം എന്ന് പറഞ്ഞാൽ ഘനീഭൂതമായിരിക്കുന്ന, പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ബോധം. മാധ്വീപാനലസ, മാധ്വീപാന അലസ, മധുപാനം ചെയ്ത് അലസമായിട്ട് കിടക്കുന്ന കുണ്ടലിനി ശക്തിക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ. മത്ത, മധുപാനം കൊണ്ട് മതിച്ചവളായി യോഗികൾക്ക് അനുഭവമാകുന്നവൾ. ഇട, പിങ്കള എന്നീ നാടുകൾ വഴി വരുന്ന മധു, അമൃതം കുടിച്ച് കുണ്ടലിനി കിടക്കുന്നതായിട്ട് യോഗികൾ അനുഭവിക്കണം. മാതൃകാ വർണ്ണരൂപിണി, മാതൃക വർണ്ണരൂപിണി. മാതൃക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിരിക്കുന്ന, വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം. വ്യഞ്ജനാക്ഷരങ്ങളെ മാതൃകാ അക്ഷരങ്ങളെന്നും പറയും. 51 അക്ഷരങ്ങൾക്ക് ആധാര രൂപിണിയായിട്ടിരിക്കുന്നവൾ. പൂജാ ക്രമങ്ങളില് ലിപികൾ കൊണ്ട് ദേവി രൂപം സങ്കല്പിക്കാറുണ്ട്. ലിപിന്യാസം എന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനെ പൂജിക്കപ്പെടുന്നവൾ. അപ്പോ പരാശക്തി, അല്ലെ? പരമായിട്ട് ഉത്കൃഷ്ടമായി എല്ലാറ്റിനെയും കടന്നു നിൽക്കുന്ന ശക്തി, ആദ്യാശക്തി, അല്ലെ? ശക്തി മാത്ര സ്വരൂപം കൊണ്ട് ഉത്കൃഷ്ടയായിരിക്കുന്നവൾ. എല്ലാ വസ്തുക്കളിലും ശക്തി രൂപിണിയായിട്ട് വർത്തിക്കുന്നവൾ പരാശക്തി. അപ്പോ ദേവിയെ നമ്മൾ എന്താ പറയാ? യസ്യ പദാർത്ഥസ്യ യായ ശക്തി രുദാഹൃത സാസാ വിശ്വേശ്വരി ദേവി ശക്ത സർവോ മഹേശ്വര യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. ദേവി മഹാത്മ്യം. അപ്പൊ മറ്റെല്ലാ ശക്തികളെക്കാളും ഉത്കൃഷ്ടവും സർവലോക വ്യാപ്തിയും സർവപ്രപഞ്ചത്തിലും നിയാമകവുമായിരിക്കുന്ന ശക്തി സ്വരൂപമായിട്ടിരിക്കുന്നവൾ പരാനിഷ്ഠ. അപ്പൊ പരയായ ഉത്കൃഷ്ടമായ നിഷ്ഠയോടുകൂടിയവളാണ് ദേവി. നിഷ്ഠ എന്നുള്ള പദത്തിന് സമാപ്തി എന്ന് പ്രകൃതത്തിൽ വരുന്ന മാറ്റം, സമാപ്തി ആ ഒരു ജ്ഞാനവിശേഷ രൂപമായതുകൊണ്ട് എന്താ പറയാ, സർവ കർമ്മങ്ങളും സർവ പ്രപഞ്ചങ്ങളും ദേവിയിൽ സമാപിക്കുന്നത് കൊണ്ട് പരാനിഷ്ഠ. അപ്പൊ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. അപ്പോ ഒരു ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? എല്ലാ കർമ്മങ്ങളുടെയും പരിസമാപ്തി ജ്ഞാനത്തിലാണ്, അല്ലെ? പരയായിട്ട് സ്ഥിതി ചെയ്യുന്നവളെന്നും വ്യാഖ്യാനം. പാതിഭൗതികവും ആധ്യാത്മികവുമായിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും പ്രവൃത്തികൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നവൾ. നിഷ്ഠയ്ക്ക് നമുക്ക് വ്രതം എന്നർത്ഥം എടുക്കാം, ദൃഢമായ വിശ്വാസം എന്നും അർത്ഥമുണ്ട്. ഈ പക്ഷത്തില് താനും ബ്രഹ്മവും ഒന്നാണെന്നുള്ള അറിവോടുകൂടി സുസ്ഥിരമായ ബുദ്ധിയോടുകൂടി ധ്യാന മനനാദികളില് പരാനിഷ്ഠയായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രജ്ഞാനഘനരൂപിണി, ഉത്കൃഷ്ടമായിരിക്കുന്ന ജ്ഞാനഘനം രൂപമായിട്ടിരിക്കുന്നവൾ. ആ ഒരു പ്രകൃഷ്ടമായ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ മേന്മയുള്ള ജ്ഞാനം, അതന്നെയാണ് നമ്മൾ പ്രജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെ? ഘനം എന്ന ശബ്ദം കൊണ്ട് ആ ഒരു നൈരന്തര്യം സൂചിതമാണ്. എന്താ പറയാ, ഇടതടവില്ലാതെ പ്രജ്ഞാനം എന്നാല് അവിദ്യ സ്പർശമില്ലാത്ത ജ്ഞാനം. ഇത് രൂപമായിട്ടിരിക്കുന്നവൾ പ്രജ്ഞാനഘനരൂപിണി. പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള മഹാവാക്യം നിർദ്ദേശിക്കപ്പെടുന്ന ആ ഒരു അവിദ്യാസ്പർശമില്ലാത്ത ബ്രഹ്മം രൂപമായിട്ടിരിക്കുന്നവൾ പരബ്രഹ്മ സ്വരൂപിണി. മാധ്വീപാനലസ.
അപ്പോ ആ ഒരു മാധ്വീപാനം കൊണ്ട് അലസയായിട്ടിരിക്കുന്നവൾ, തേനിൽ നിന്നുണ്ടാകുന്ന ഒരിനം മദ്യമാണ് മാധ്വി, അല്ലെ? ദ്രാക്ഷാരസത്തിന് മുന്തിരിച്ചാറിൽ നിന്നുണ്ടാക്കുന്ന മദ്യം എന്ന് പക്ഷമുണ്ട്. അപ്പൊ അതിന് അതിന്റെ പാനം കൊണ്ട് അലസയായിട്ടിരിക്കുന്നവൾ. അപ്പൊ സഹസ്രാരത്തിൽ ഉണ്ടാകുന്ന ശിവശക്തി സംയോഗം കൊണ്ട് പിണ്ടാണ്ടത്തിൽ ഉണ്ടാകുന്ന അമൃതസ്യന്തത്തെ പാനം ചെയ്ത് മതിക്കുന്നവൾ എന്ന് തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിന്റെ വ്യാഖ്യാനം എടുക്കാം. മത്ത എന്ന് പറഞ്ഞാൽ മതിച്ചവൾ എന്ന് സാമാന്യ അർത്ഥം. ഈ അർത്ഥത്തിനെ മുൻനാമവുമായിട്ട് ചേർത്ത് വ്യാഖ്യാനിക്കണം. കാരണം മാധ്വീപാനം കൊണ്ട് അലസയും മത്തയുമായിട്ടിരിക്കുന്നവൾ, ഇല്ലേ? അപ്പൊ ഈ ആ ഒരു മശ്ച എന്ന് പറയുന്ന ശബ്ദത്തിന് അഹം എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ ഭാവം എന്താണ്? മത്ത, പരമശിവ നിഷ്ഠമായിരിക്കുന്ന പരാഹന്ത, അല്ലെ? ഇനി മത്ത എന്നുള്ള പദത്തിന് എന്താ പറയാ, ആ ഒരു പൂർവ്വപദത്തിലെ മാധ്വീപാനം കൊണ്ട് ആലസ്യത്തിലും സ്വാത്മാനന്ദമാകുന്ന മാധ്വീപാനം കൊണ്ട് തന്നിലേക്ക് തന്നെ നിഷ്ഠമായിരിക്കുന്ന അവസ്ഥ. അപ്പൊ ആ ഒരു ഉൾനോട്ടം കൊണ്ട് എന്താ പറയാ, സന്തോഷമായിട്ടിരിക്കുന്നവൾ, ഇല്ലേ? ഇപ്പൊ ബഹിർദൃഷ്ടി ഇല്ലാതെ അന്തർലക്ഷ്യം മാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്നവൾ എന്ന് നമുക്ക് എടുക്കാം. മാതൃകാ വർണ്ണരൂപിണി, മാതൃകാ വർണ്ണങ്ങളെ സ്വരൂപമായിട്ടിരിക്കുന്നവൾ. അകാരം തുടങ്ങി ക്ഷകാരം വരെയുള്ള അക്ഷരങ്ങൾ മാതൃകാ വർണ്ണങ്ങളാണ്. ഇവയ്ക്ക് ഓരോന്നിനും യോഗികൾക്ക് കാണാൻ കഴിയുന്ന നിറങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വർണ്ണങ്ങൾ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ വർണ്ണങ്ങളിൽ നിന്ന് മറ്റു വർണ്ണങ്ങൾ രൂപം കൊള്ളുന്നത് കൊണ്ട് മറ്റു വർണ്ണങ്ങളുടെ മാതാക്കള് എന്ന അർത്ഥത്തിലെ മാതൃകാ വർണ്ണങ്ങൾ എന്ന് സംജ്ഞ. അപ്പൊ വ്യഞ്ജനങ്ങളും സ്വരങ്ങളുമായിരിക്കുന്ന ഒന്നിലധികം വ്യഞ്ജനങ്ങളും സ്വരങ്ങളും ഇഴുകിച്ചേർന്നുണ്ടാകുന്ന ബഹുസഹസ്രം അക്ഷരങ്ങള്, ഇല്ലേ? അങ്ങനെ ജന്മം കൊടുക്കുന്നത് കൊണ്ട് ആ കൊടുക്കുന്ന വർണ്ണങ്ങള് അതിന് രൂപമായിട്ടിരിക്കുന്നവൾ. എന്താ പറയാ, ആ ഒരു അകാരത്തിൽ തുടങ്ങുന്ന സ്വരങ്ങള് ധൂമ്രവർണ്ണമുള്ളവ, കവർഗാക്ഷരങ്ങള് ചവർഗാക്ഷരങ്ങളും സിന്ദൂരവർണ്ണാണ്. ടാ മുതല് ഭാ വരെയുള്ള വർണ്ണങ്ങൾ ഗൗരവർണ്ണം, ബാ തൊട്ട് 5 വർണ്ണങ്ങൾ അരുണവർണ്ണം, ലായിൽ തുടങ്ങുന്ന സ്വർണവർണ്ണം, ഹാ ക്ഷ എന്നീ മിന്നലിന്റെ നിറം. അപ്പൊ എന്ന് സനത്കുമാര സംഹിതയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആ അകാരോ പ്രഥമോ ദേവി എന്ന് പറഞ്ഞ ക്ഷകാരാന്ത്യോ യഥപരം അക്ഷമാലേതി വ്യാഖ്യാത മാതൃകാ വർണ്ണരൂപിണി. അപ്പൊ ദേവിക്ക് എന്താ പറയാ, മാതൃകാ വർണ്ണരൂപിണി എന്ന് പേര് കിട്ടാൻ കാരണം എന്താ? ഈ അക്ഷര സ്വരൂപിണിയായിട്ട് ഇരിക്കുന്നോണ്ട്. അക്ഷമാല സ്വരൂപിണി, അല്ലെ? ശബ്ദബ്രഹ്മം എന്ന് നമുക്ക് പറയാം. മാതൃകാ വർണ്ണരൂപമായവൾ എന്ന് മാതൃകാ വർണ്ണങ്ങളെ ജനിപ്പിച്ചവൾ എന്ന് നമുക്ക് വ്യാഖ്യാനമുണ്ട്. അപ്പോ ആ ഒരു മാതൃകകളെ, അതായത് ശ്രീചക്രത്തെ, മാതൃകകൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, മാതൃകകളെയും ശ്രീചക്രത്തെയും ഏകരൂപമായിട്ട് വിവരിക്കുന്ന കൈലാസ പ്രസ്ഥാനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ആ കൈലാസ പ്രസ്ഥാന രൂപമായിട്ട് ആരാധിക്കുന്നവൾ എന്ന താന്ത്രിക വ്യാഖ്യാനം. അപ്പൊ ശ്രീചക്രത്തെ ആ ഒരു ചിതി നിത്യസ്വരൂപമായിട്ട് ആരാധിക്കുന്നതിന് മേരുപ്രസ്ഥാരമെന്നും വാഗ്ദേവത ന്യാസത്തോടു കൂടി ആരാധനയ്ക്ക് ഭ്രൂ പ്രസ്ഥാരമെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഗുരു നിർദ്ദേശം അനുസരിച്ച് അറിയണം. അപ്പൊ ഈ ദേവിയെ നമുക്ക് എന്താ, മാതൃകാ വർണ്ണസ്വരൂപിണി. അപ്പോ ആ ദേവി എന്താണ്, എവിടെയാണ് ഇരിക്കുന്നതെന്നാണ് പിന്നെ പറയുന്നത്. മഹാകൈലാസ നിലയ, മൃണാള മൃദുദോർലത, മഹനീയ ദയാമൂർത്തി, മഹാസാമ്രാജ്യശാലിനി. മഹാകൈലാസ നിലയ, മഹാകൈലാസത്തിൽ ഇരിക്കുന്നവൾ. മഹാ എന്ന് പറഞ്ഞാല് മഹത്വമേറിയ, അപ്പുറം നിൽക്കുന്ന. ഇപ്പൊ കൈലാസം എന്ന് പറഞ്ഞാൽ എന്താ? മഹാകൈലാസ നിലയ, മഹാകൈലാസത്തിൽ, അതായത് മഹത്വമേറിയ അപ്പുറം നിൽക്കുന്ന കൈലാസം. കേളി സമൂഹത്താൽ വസിക്കപ്പെടുന്ന പ്രപഞ്ചം ഈശ്വരന്റെ കേളി രംഗമാണ്, അല്ലെ? നിലയമാക്കിയവൾ, പ്രപഞ്ചം എന്ന കേളി നിലയത്തിന് അപ്പുറം വസിക്കുന്നവൾ. മൃണാള മൃദുദോർലത, മൃദു ദോർലത. മൃണാളം എന്നാല് താമര വളയം, ദോ എന്ന് പറഞ്ഞ കൈകള്. താമര വളയം പോലെ മൃദുത്വമായതും ലത പോലെ നീണ്ടതുമായ കൈകളുമായിട്ട് യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. മഹനീയ, പൂജ്യയായിരിക്കുന്നവൾ. മഹം എന്ന് പറഞ്ഞ പൂജ, യജ്ഞം. ദയാമൂർത്തി, ദയയുടെ രൂപമായവൾ. മഹാസാമ്രാജ്യശാലിനി, 3 ലോകങ്ങളെയും, ഭൂമിയുടെ താഴെയുള്ളവ, ഭൂമിയുടെ മുകളിലുള്ളവ, ഭൂമി, ഈ 3 നിയന്ത്രിക്കുന്നവൾ. മഹാസാമ്രാജ്യം എന്ന് പറഞ്ഞ പ്രപഞ്ചം തന്നെയാണ്, അല്ലേ? അപ്പോ മഹാകൈലാസം നിലയമാക്കിയിരിക്കുന്നവൾ. കൈലാസ പർവ്വതം പരമശിവന്റെ ആവാസ സ്ഥാനമാണ്, അല്ലേ? അപ്പൊ ഇതിലെ പാർവതി സമേതനായി ദൂർജടി കുടികൊള്ളുന്ന ആ ശിവന്റെ അർത്ഥാംഗിയായിട്ട് ദേവി ശിവനോടൊപ്പം കൈലാസം നിലയമാക്കിയിരിക്കുന്നു. ഈ പക്ഷത്തില് മഹാ എന്നുള്ള വിശേഷണം കൈലാസത്തിന്റെ ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത്. മഹത്തായിരിക്കുന്ന കൈലാസ പർവ്വതം, അല്ലെ?
കൈലാസത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് മഹാകൈലാസം എന്നൊരു ലോകം പരമശിവന്റെ വാസസ്ഥാനമായിട്ടുണ്ടെന്ന് ശിവപുരാണാദികളിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ലോകം നിലയമാക്കിയവൾ എന്ന പക്ഷം. അപ്പൊ ആധാരചക്രങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മത്തെ മഹാകൈലാസം എന്നുള്ള പദം കുറിക്കുന്നുണ്ട്. അപ്പൊ സഹസ്രാര പത്മത്തിലെ ബിന്ദു രൂപിണിയായിട്ട് ശിവസമേതനായിട്ട് സ്ഥിതി ചെയ്യുന്നവളെന്നും ഈ പക്ഷത്തിൽ നമ്മൾ വ്യാഖ്യാനം. അപ്പോ ശരിക്കും പറഞ്ഞാല് ഏതത് കൈലാസ സംജ്ഞം പദമകുലം ബിന്ദുരൂപി സ്വരൂപി എത്രാസ്തേ ദേവദേവ എന്ന് ത്രിപുര സാരത്തില് സഹസ്രാരത്തെ കൈലാസ പദം കൊണ്ട് കുറിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട വ്യാഖ്യാനത്തില് ആ ഒരു കൈലാസ പ്രസ്ഥാനം നിലയമാക്കിയിട്ടുള്ളവെന്ന് നമുക്ക് താന്ത്രികമായിട്ട് എടുക്കാം. മൃണാള മൃദുദോർലത, മൃണാളം പോലെ മൃദുവായിട്ടുള്ള ദോർലതയോടുകൂടി കൈയാകുന്ന വള്ളികളോട് കൂടിയവൾ. അപ്പൊ സ്ഥൂലരൂപ വർണ്ണനയില് ഈ നാമം പെടുന്നുണ്ട്. ദേവിയുടെ കൈകളെ വള്ളികളോട് താരതമ്യപ്പെടുത്തുകയാണ്. അവ മൃണാളങ്ങളെ പോലെ മൃദുക്കളാണ് എന്ന് പറയണു. കൈയുടെ സൗന്ദര്യവും മൃദുത്വവും ആ ഒരു എന്താ പറയാ ശുചിതം, അതായത് മാതൃത്വത്തിന് സഹജമായിരിക്കുന്ന കാരുണ്യം കൊണ്ടും ശീതളമാണ് ദേവിയുടെ തൃക്കൈകളെന്ന് ആ ഒരു വ്യംഗ്യ സൂചനയും ഉണ്ട്. അപ്പോ മഹനീയ എന്ന് പറഞ്ഞാൽ വന്ദിക്കപ്പെടേണ്ടവളാണ് ദേവി, ശ്രേഷ്ഠ. ഈ പ്രപഞ്ചത്തിലെ പൂജിക്കപ്പെടേണ്ടതായിട്ട് കാണപ്പെടുന്നവയെല്ലാം അവ ദേവമൂർത്തികള്, ആ തീർത്ഥസ്ഥാനങ്ങള്, ആചാര്യന്മാര് തുടങ്ങിയവരിൽ ഏതായാലും പരാശക്തിയായിരിക്കുന്ന ദേവിയുടെ മൂർത്തി ഭേദങ്ങൾ മാത്രമാണ്. അപ്പൊ ആരെ പൂജിക്കുമ്പോഴും പൂജ ചെന്നെത്തുന്നത് ദേവിയിലായതുകൊണ്ട് ദേവിക്ക് മഹനീയ. ദയാമൂർത്തി, അപ്പൊ ആ ദയയുടെ മൂർത്തിയായിട്ടിരിക്കുന്നവൾ, തന്റെ സന്താനങ്ങളായിരിക്കുന്ന എല്ലാ ജീവികളോടും ദയുള്ളവൾ അല്ലെ. അമ്മയുടെ പ്രധാന ഗുണം എന്താണ്? ദയയാണ്. കരുണാമൃത സാഗര അല്ലെ, മറ്റ് ജീവികളോടുള്ള കാരുണ്യം, അതിനെയാണ് നമ്മൾ ദയ എന്ന് പറയുന്നത്. അതിനെ രക്ഷിക്കണം, അവരെ ദുഃഖിപ്പിക്കരുത്, ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള ഒരു ചോദന മാതൃത്വത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അനുകമ്പയെയും ദയയും എന്ന് പറയാം. അപ്പൊ ലോകത്തിലെ എല്ലാ പ്രതിഭാസങ്ങളിലും ലോകമാതാവിന്റെ ദയ ശ്രദ്ധിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. തീയും വെള്ളവും കാറ്റും സൂര്യന്റെ ചൂടും ചില പരിധികൾക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവ നമുക്ക് എന്താ പറയാ ഉജ്ജീവനങ്ങളായിട്ട് തീരുന്നത്. ആ പരിധി ലംഘിച്ചാൽ ലോകത്തെ ആകെ നശിപ്പിക്കാൻ ഇവയിൽ ഒന്ന് മതി അല്ലെ. അപ്പൊ അവയെല്ലാം ജീവികൾക്ക് സഹായമാകുന്ന വണ്ണം നിയന്ത്രിക്കുന്ന ദയാമൂർത്തിയാണ് ലളിതാംബിക. ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ഒരു പുത്രിയുടെ പേര് ദയ എന്നാണ്. ആ രൂപം ധരിച്ചവളെന്നും നമുക്കെടുക്കാം. അപ്പൊ മഹാസാമ്രാജ്യശാലിനി, സാമ്രാജ്യങ്ങൾക്ക് ഉടമയായിട്ടിരിക്കുന്നവൾ, ഒരു ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിലുള്ള രാജ്യ സമൂഹത്തെയാണ് നമ്മൾ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇവിടെ സാമ്രാജ്യ ശബ്ദം കൊണ്ട് ബ്രഹ്മാണ്ട കോടികൾ ഉൾപ്പെടുന്ന സർവ പ്രപഞ്ചങ്ങളെ സൂചിപ്പിക്കുന്നതുകൊണ്ട് മഹാസാമ്രാജ്യം. അപ്പൊ മഹാശാലിനി എന്ന് പറയുന്ന ആ ഒരു ഗൃഹനായിക എന്ന അർത്ഥമുണ്ട്. ഈ അർത്ഥം സ്വീകരിച്ചാൽ പ്രപഞ്ചമാകുന്ന ഗൃഹത്തിന് നായികയായിട്ടിരിക്കുന്നവളെന്ന് എടുക്കാം. ഈ ഒരു പക്ഷത്തിലെ ഗൃഹനായകൻ ആരാണ്? സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അല്ലെ. കൈലാസ ആധിപത്യമാണ് സാമ്രാജ്യശാലിനി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാ എന്നത് കൈലാസത്തിന്റെ വിശേഷണമായിട്ട് കണക്കാക്കണം. അടുത്ത നാമങ്ങളില് ദേവിയുടെ ആത്മസ്വരൂപത്തെ പറയുകയാണ്. ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ, കാമസേവിത, ശ്രീ ഷോഡശാക്ഷരി വിദ്യ, ത്രികൂട, കാമകോടിക. വളരെ വളരെ സൂക്ഷ്മമായിരിക്കുന്ന ദേവിയുടെ മന്ത്രസ്വരൂപം അല്ലെ. ആത്മവിദ്യ, ഭക്തന്മാർക്ക് ആത്മജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നവൾ. മഹാവിദ്യ, പ്രപഞ്ചത്തിന് അപ്പുറമുള്ള ജ്ഞാനം നൽകുന്നവൾ. ശ്രീവിദ്യ സ്വരൂപമാർന്നവള്. ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ഭാവങ്ങളെ കുറിച്ചുള്ള അറിവ് അല്ലെ. 87ാമത്തെ നാമത്തിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. കാമസേവിത, ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് സേവിക്കപ്പെടുന്നവള്. കാമം എന്ന് പറഞ്ഞ ആഗ്രഹങ്ങള്. ശ്രീ ഷോഡശാക്ഷരി വിദ്യ, ഷോഡശ അക്ഷരി വിദ്യ, ഷോഡശം 16 അക്ഷരമുള്ള മന്ത്രസ്വരൂപത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. പഞ്ചദശാക്ഷരി രൂപത്തിൽ 15 അക്ഷരങ്ങളാണ്. അവസാനം ശ്രീം എന്ന മന്ത്രം കൂടി ചേർക്കുമ്പോൾ ഷോഡശാക്ഷരിയാകും. ഇപ്പൊ പഞ്ചദശാക്ഷരിയെ ലോപാമുദ്ര എന്ന് പറയും. പഞ്ചദശാക്ഷരി, ഷോഡശാക്ഷരി മന്ത്രങ്ങളൊക്കെ ഗുരുമുഖത്ത് നിന്ന് അറിയേണ്ടതുണ്ട്, പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. ആ ത്രികൂട, അപ്പൊ ഈ ഒരു പഞ്ചദശാക്ഷരി മന്ത്രത്തിന് 3 കൂടങ്ങൾ, വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നീ 3 കൂടങ്ങൾക്കും ആധാരമായിട്ടിരിക്കുന്നവൾ. കാമകോടിക, ആഗ്രഹപൂർത്തിക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ. അപ്പോ ശരിക്കും പറഞ്ഞാല് ആത്മവിദ്യ എന്ന് പറഞ്ഞ ആത്മജ്ഞാന രൂപമായിരിക്കുന്ന വിദ്യ, അതിനെയാണ് നമ്മൾ ആത്മവിദ്യ എന്ന് പറയുന്നത്. അത് സ്വരൂപമായവൾ. ഞാൻ ആര് ഇല്ലേ,
ഹൂ ആം ഐ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് വിവിധ തത്വദർശനങ്ങളെയാണ് നമ്മൾ അറിയുന്ന എല്ലാ വിജ്ഞാനങ്ങളും. ഈ ചോദ്യത്തിന് ഓരോ ആചാര്യന്മാരെ കണ്ടെത്തിയ ഉത്തരങ്ങളാണ് വേദാംഗ ആദ്യമുള്ള ശാസ്ത്രങ്ങളെല്ലാം, വിദ്യകള്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ പിന്നെ അറിയപ്പെടേണ്ടതായിട്ട് ഒന്നും അവശേഷിക്കുന്നില്ല. അപ്പൊ സാധാരണഗതിയിൽ ആ ഒരു വിജ്ഞേയമല്ലാത്ത ആ ശുദ്ധ ജ്ഞാനമാണ് ദേവീ സ്വരൂപം. ഇല്ലേ? ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല. അപ്പൊ ദേവീപരമായിരിക്കുന്ന അഷ്ടാക്ഷര മന്ത്രത്തിന് ആത്മവിദ്യ എന്ന് പേരുണ്ട്. ആ മന്ത്രം സ്വരൂപം ആയിട്ടുള്ളവെന്ന് വ്യാഖ്യാനമെടുക്കാം. മന്ത്രമെല്ലാം നമുക്ക് ഗുരുമുഖത്തു നിന്ന് മാത്രമേ കിട്ടിയിട്ട് ഫലമുള്ളൂ. മഹാവിദ്യ, മഹതീച്ച സാ വിദ്യാച എന്ന് നിർവചനമുണ്ട്. മഹതിയായിട്ടും, അതായത് സർവ്വ വിനകളെയും ഒഴിവാക്കുന്നവളായിട്ട്, അല്ലെ, വിദ്യയായിട്ടുള്ളവൾ, നവദുർഗ, വിദ്യയ്ക്ക് മഹാവിദ്യ എന്നുള്ള പേരുണ്ട്. ആ വിദ്യാ സ്വരൂപമായിട്ടിരിക്കുന്നവൾ എന്ന വ്യാഖ്യാനം. അപ്പൊ ദേവീപരമായിരിക്കുന്ന ഉപാസനകളെ മഹാവിദ്യ എന്ന് പറയാറുണ്ട്, അല്ലെ, ദശമഹാവിദ്യകൾ. ഇപ്പൊ ദേവീപരമായിരിക്കുന്ന മന്ത്രങ്ങളെ ഗുഹ്യവിദ്യ എന്ന ഉപാസനയിൽ തന്നെ ദേവിയെ ഉപാസനകളെല്ലാം തന്നെ ഗുഹ്യ ഉപാസനകളാണ് ദേവിയെ കുറിച്ചുള്ള. അപ്പോ യജ്ഞവിദ്യ, മഹാവിദ്യ, ഗുഹ്യവിദ്യാച ശോഭനെ, ആത്മവിദ്യാച ദേവീത്വം വിമുക്തി ഫലപ്രദായിനി അനിക്ഷീഗി ത്രയീ വാർത്ത ദണ്ഡിനീതി സ്ത്വമേവച എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആത്മജ്ഞാനം തന്നെയാണ് മഹാവിദ്യ, അല്ലെ? അടുത്ത നാമം അത് തന്നെയാണ് പറയുന്നത്, ശ്രീവിദ്യ. പഞ്ചദശാക്ഷരി മന്ത്രത്തെയാണ് നമ്മൾ ശ്രീവിദ്യ എന്ന് പറയാറുള്ളത് എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ ദേവിക്കുടെ പേര് തന്നെ ശ്രീവിദ്യ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവീപരമായിരിക്കുന്ന എല്ലാ ഉപാസനകളെയും കുറിക്കാനും ശ്രീവിദ്യ എന്നുള്ള പേര് ഉപയോഗിക്കാറുണ്ട്. എങ്കിലും പഞ്ചദശാക്ഷരി മന്ത്രത്തെ കുറിച്ചാണ് അധികവും പ്രയോഗം. പഞ്ചദശാക്ഷരി മന്ത്ര രൂപിണിയായിട്ടിരിക്കുന്നവൾ. അപ്പൊ ഈ നാമത്തിന് അങ്ങനെ തന്നെ അർത്ഥം എടുക്കണം. പഞ്ചദശാക്ഷരി മന്ത്രത്തെ കുറിച്ച് നമ്മൾ അടുത്ത നാമത്തിന്റെ ഇതിൽ കൂടെ നമുക്ക് കാണാം. അതായത് കാമസേവിത എന്ന് പറഞ്ഞാൽ എന്താ? കാമദേവനാൽ സേവിക്കപ്പെട്ടവൾ, ഇല്ലേ? അപ്പൊ അതായത് കാമേശ്വരനായി ശിവനാൽ പൂജിക്കപ്പെട്ടതെന്ന് എടുക്കാം. അപ്പോ എന്താ പറയാ, കാമദേവനും നിന്തിരുവടിയെ ഉപാസിച്ചിട്ടുണ്ട് രതിദേവിയുടെ കണ്ണുകൾക്ക് ആസ്വാദ്യമായിരിക്കുന്ന സുഭഗമായിരിക്കുന്ന ശരീരം നേടി ജിതേന്ദ്രിയന്മാരായ മുനികളാൽ പോലും മഹത്തായ മോഹം ഉണ്ടാക്കാൻ സമർത്ഥനായി തീരുന്നു എന്ന് സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ട്. അപ്പോ പഞ്ചദശി മന്ത്രത്തെ കണ്ടറിഞ്ഞത് കാമദേവനാണ് എന്ന് അരുണോപനിഷത്തിൽ പറയുന്നുണ്ട്. 15 വർണ്ണങ്ങളും 16 നിത്യകളുടെയും 16 കലകളാണ്. ആ കലകളുടെ രൂപമുള്ളത് കൊണ്ട് പഞ്ചദശി മന്ത്രത്തെ പല പുരാണങ്ങളിലും ആഗമങ്ങളിലും ചിതറിക്കിടക്കുന്നതായിട്ട് മന്മഥൻ കണ്ടു. അപ്പൊ ചിതറിക്കിടന്ന മന്ത്രത്തെ മന്മഥൻ കോർത്തിണക്കി. അപ്പൊ 15 അക്ഷരങ്ങളെ 3 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ച് ത്രിപുരസുന്ദരി തുടങ്ങിയ 16 നിത്യകളെയും പ്രതിപദം തുടങ്ങി 16 തിഥികളെയും അതിൽ അന്തർഭവിപ്പിച്ചു. ആ മന്ത്രരാജ്യത്തെ കണ്ഠത്തിൽ ധരിച്ച് വളരെ കാലം ധ്യാന യോഗത്തിൽ പൂജിച്ച് ഉപാസിച്ചു. അങ്ങനെയാണ് മന്മഥന് ഈ മന്ത്രത്തിന്റെ ഋഷിത്വം ലഭിച്ചതെന്ന് അരുണോപനിഷത്തിൽ പറയുന്നു. അപ്പൊ ദേവി ഷോഡശാക്ഷരി വിദ്യ, ഷോഡശാക്ഷരി മന്ത്രം സ്വരൂപമായിരിക്കുന്നവൾ. പഞ്ചദശാക്ഷരിയിലൂടെ ശ്രീ ചേർന്നതാണെന്ന് നമ്മൾ കണ്ടു, ഇല്ലേ? ഷോഡശാക്ഷരി. അപ്പൊ ശ്രീ വിശേഷണമായിട്ട് സ്വീകരിച്ചാല് അതിനെ ഷോഡശാക്ഷരി മന്ത്രം എന്ന് നമുക്ക് പറയാം, വ്യാഖ്യാനിക്കാം. അപ്പൊ 2 തരത്തിലും ആചാര്യന്മാർ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. ഷോഡശാക്ഷരി മന്ത്രം ദേവി സ്വരൂപമാണെങ്കിലും ശ്രീചക്രവുമായിട്ട് അതിന് ഭേദമില്ലെന്നും ഋഷിമാര് പറയുന്നു. അപ്പൊ പഞ്ചദശി മന്ത്രത്തിന്റെ 15 അക്ഷരങ്ങള്, അതിൽ 16ാമത്തതായിട്ട് ശ്രീയും ചേർന്ന് ഷോഡശാക്ഷരി ആയതാണ്. അപ്പൊ ആ ഒരു 15 അക്ഷരം, ആ മന്ത്രസ്വരൂപം തത്വത്തിൽ ഇതിന് ആ ഒരു വ്യാഖ്യാനവുമായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പോ കോടി സഹസ്രം വക്ത്രങ്ങളെ കൊണ്ടും കോടിക്കണക്കിന് ജിഹ്വകളെ കൊണ്ടും ഷോഡശാക്ഷരി വിദ്യയുടെ മഹാത്മ്യം വർണ്ണിക്കാൻ സാധ്യമല്ല, അല്ലേ? നമുക്കൊരിക്കലും ഇതിനെ കൊണ്ട് അമ്മയുടെ ഈ ഒരു മന്ത്രത്തിന്റെ മഹാത്മ്യം പറയാൻ പറ്റില്ല. അത്ര മഹാത്മ്യമുള്ള ഷോഡശാക്ഷരിയെ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ സ്വരൂപവും പ്രയോഗവും എല്ലാം തന്നെ എന്താ പറയാ, അമ്മയെ ഉപാസിക്കാനുള്ള ഉയർന്ന മന്ത്രാണല്ലേ. ഇതെല്ലാം ഗുരുവിലൂടെ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോ ത്രികൂടം യോഗശാസ്ത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചക്രാണ്. ഇത് സ്വരൂപമായവൾ, ത്രയങ്ങൾ എന്ന് പറഞ്ഞാല് ആ ഒരു രൂപമായവൾ. അപ്പോ ആ ഒരു ബ്രഹ്മാദികളായിരിക്കുന്ന ത്രിമൂർത്തികള്, സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങള്, ഭൂസ്വർഗ പാതാളങ്ങളായിരിക്കുന്ന ത്രിലോകങ്ങള്, ജാഗ്രത സ്വപ്ന സുഷുപ്തികളായിരിക്കുന്ന അവസ്ഥാത്രയങ്ങള്, ഭൂതഭാവി വർത്തമാനങ്ങളാകുന്ന ത്രികാലങ്ങള്,
ത്രിവർണാത്മകമായിരിക്കുന്ന ഓംകാരം, ഋക്ക്, യജുസ്, സാമം എന്ന ത്രിവേദങ്ങൾ തുടങ്ങി മൂന്നായിരിക്കുന്ന എല്ലാത്തിന്റെയും സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ പ്രണവോഹി പരം തത്വം ത്രിവേദ ത്രിഗുണാത്മകം ത്രിദേവച്ച ത്രിധാമശ്ച ത്രിപ്രജ്ഞ ത്രിരവസ്ഥിതം ത്രിമാത്രശ്ച ത്രികാലശ്ച ത്രിലിംഗം കവയോ വിഭുഹു സർവമേത ത്രിപുരേണ വ്യാപ്തം ഹി പ്രണവേനതു. അപ്പോ വാഗ്ദേവത ആ ഭവാദികളായിരിക്കുന്ന 3 കൂടത്രയങ്ങളോടുകൂടിയ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ രൂപത്തില് സ്ഥിതി ചെയ്യുന്ന ശ്രീവിദ്യാ സ്വരൂപിണിയാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരി. അപ്പോ എന്താ പറയാ, ഒരു ദേവിയുടെ മന്ത്രസ്വരൂപമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ കാമകോടിക എന്ന് പറഞ്ഞാല് ആഗ്രഹപൂർത്തിക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ അല്ലെ. അപ്പൊ കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ പാലസ്തേന്ദു ധനുപ്രഭ. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. കടാക്ഷം കൊണ്ട് മാത്രം കിങ്കരിമാരാക്കി തീർത്ത ലക്ഷ്മിമാരുടെ ഐശ്വര്യ ശക്തികളുടെ കോടികളാൽ സേവിക്കപ്പെടുന്നവൾ. അതായത് ഭൂതം എന്ന് പറഞ്ഞ ആക്കി തീർത്ത, ഭവിച്ചത്. കമല എന്ന് പറഞ്ഞ ഐശ്വര്യ ശക്തികൾ. ശിരസ്ഥിത, ശിരസിലിരിക്കുന്ന ആത്മാവിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ. ചന്ദ്രനിഭ, ചന്ദ്രനിഭം എന്ന് പറഞ്ഞാൽ തുല്യം, ചന്ദ്രന് തുല്യം കുളിർമയുള്ള പ്രകാശം ചൊരിയുന്നവളായിട്ട് യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. ഭാലസ്ഥ, ഭാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം, സ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ ഭ്രൂമധ്യത്തില് പുരികങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവില് വസിക്കുന്നവൾ. ഇന്ദ്രധനുപ്രഭ, ഇന്ദ്രധനുപ്രഭ എന്ന് പറഞ്ഞാൽ മഴവില്ലിന്റെ മനോഹാരിത ഉള്ളവളായിട്ട് യോഗികൾക്ക് പ്രത്യക്ഷമാകുന്നവൾ. ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ലാണ് അല്ലേ. അപ്പോ കാമകോടിക നമ്മൾ ത്രികൂട എന്നുള്ളത് കണ്ടു. അപ്പോ കാമ പരശിവ ഇല്ലേ. അപ്പൊ കാമകോടിക എന്ന് പറഞ്ഞാല് എന്താ പറയാ, കാമേശ്വരനും ശ്രീദേവിയും തമ്മിലുള്ള സാമരസ്യം. അതായത് ശിവനെന്നും ശിവയെന്നും ബ്രഹ്മത്തിന് പരാശക്തിക്ക് ഒരേ പദങ്ങൾ കൊണ്ട് പറയാറുണ്ട്. പരമചൈതന്യം അല്ലെ, ഏകവും അഭിന്നവുമായിട്ടിരിക്കുന്ന തത്വം, അതാണ് സാമരസ്യം. അപ്പൊ ശിവ തുല്യായവൾ എന്നും ശിവനിൽ നിന്ന് ശ്രേഷ്ഠയാവൾ എന്നും പക്ഷമുണ്ട്. അപ്പൊ കാമകോടി പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോ കാഞ്ചീപുരത്തുള്ള കാമാക്ഷി ക്ഷേത്രത്തില് കാമകോടി പീഠം എന്ന പേരുണ്ട്. അപ്പൊ ഇവിടെ അധിവസിക്കുന്നവൾ ശ്രീ കാമകോടി പീഠസ്ഥ മഹാത്രിപുര സുന്ദരി എന്ന് ലളിതോപാഖ്യാനം. അപ്പൊ കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത, കടാക്ഷം കൊണ്ട് കിങ്കരികളാക്കി തീർത്ത കമലകോടികളാൽ സേവിക്കപ്പെടുന്ന ദേവി. അപ്പൊ ദേവിയുടെ കടക്കണ്ണ കൊണ്ടുള്ള ഒരു നോട്ടം കൊണ്ട് മാത്രം കോടിക്കണക്കിന് ലക്ഷ്മിമാര് കിങ്കരീഭൂതകളാകണു, അവർ ദേവിയെ പരിചരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ശ്രീദേവിയുടെ കടാക്ഷ ഭാഗ്യമേക്കാൻ, ആ കടാക്ഷമേക്കാനായിട്ട് ഉപാസകനെ അസംഖ്യം ഐശ്വര്യങ്ങൾ സ്വയമേവ വരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഈ ഒരു ദേവിയെ ഉപാസിക്കുന്നവർക്ക് എന്താണ്, ഉപാസിക്കാൻ ഭാഗ്യമുള്ളവർക്ക് ഈ ലക്ഷ്മിമാരുടെ അനുഗ്രഹം കിട്ടുന്നർത്ഥം. ശിരസ്ഥിത, ശിരസിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ ശിരസിലുള്ള ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. സഹസ്രാരേ പത്മേ സഹ രഹസി പത്യാവിഹരസേ, സൗന്ദര്യലഹരി പറയുന്നുണ്ട് അല്ലേ. ഇത് തൊട്ടുള്ള 7 നാമങ്ങളിൽ വർണ്ണിക്കുന്നത് ദേവിയുടെ പിണ്ടാണ്ടസ്ഥമായിരിക്കുന്ന രൂപങ്ങളാണ്. അതായത് 475 മുതൽ 534 വരെയുള്ള നാമങ്ങളിൽ നമ്മൾ ആധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ കണ്ടു ഇല്ലേ. യോഗിനി രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഇവ ഉൾക്കൊള്ളിക്കണമെങ്കിൽ കുണ്ടലിനി ശക്തിയെ കുറിച്ചും ആധാര ചക്രങ്ങളെ കുറിച്ചും പഠിക്കണം. അപ്പൊ ആ ഒരു എന്താ പറയാ, ഇവിടെ ഈ വ്യാഖ്യാനത്തില് ശരിക്കും പറഞ്ഞ സൗന്ദര്യ ലഹരി വ്യാഖ്യാനത്തിൽ ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഇനി അടുത്തത് ദേവിയുടെ അടുത്ത രൂപം പറയാണ്. കുണ്ടലിനി എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, ആ ഒരു എന്താ പറയാ, ചന്ദ്രനിഭ, പൂർണ്ണ ചന്ദ്രനെ പോലെ അഴകുള്ള മുഖത്തോടു കൂടിയവൾ. ബ്രഹ്മരന്ധ്രത്തിന്റെ അധോഭാഗത്തില് ആ ഒരു തൃതീയ കൂടാത്മകമായിരിക്കുന്ന ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ആ ചന്ദ്രനും ദേവിക്കും കാന്തിയുടെ കാര്യത്തിൽ സാമ്യമുള്ളത് കൊണ്ട് ചന്ദ്രനിഭ എന്ന നാമം. ഭാലസ്ഥ, ഭാലത്തിൽ നെറ്റിയിൽ സ്ഥിതി ചെയ്യുന്നു. ഭാലം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ ഭാലം, ഭായും രണ്ട് രൂപഭേദങ്ങളാണ്. നെറ്റിയില് ഹൃല്ലേഖ ബിന്ദു രൂപത്തിൽ ദേവി ഇരിക്കുന്നു. ഹൃല്ലേഖ എന്ന് പറഞ്ഞാൽ എന്താ, ഹ്രീംകാര സ്വരൂപിണി അല്ലെ, ശക്തി പ്രണവം. ആ ദേവി എന്താണ്, ആ ഒരു ചന്ദ്രനിഭ, ഭാലസ്ഥ. അടുത്തത് എന്താ, ഇന്ദ്രധനുപ്രഭ.
ഇന്ദ്രധനുപ്രഭ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ആ ഒരു എന്താ ഇന്ദ്രധനുസിന്റെ അല്ലേ ആ ഹൃല്ലേഖ ബിന്ദുവിന് മുകളില് അർദ്ധചന്ദ്രന്റെ രൂപത്തില് മഴവില്ലിന്റെ കാന്തിയോടുകൂടി ദേവി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഹൃല്ലേഖ മന്ത്രം ആ ഒരു ഹ്രീംകാരത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. ഹൃദയസ്ഥ അടുത്തത് പറയണു. അമ്മ എവിടെയൊക്കെ എല്ലായിടത്തും അമ്മ ഇരിക്കുന്നുണ്ട് അല്ലേ, ഓരോ ജംഗ്ഷൻസ് എല്ലാം എടുത്തെടുത്ത് പറയുകയാണ്. ഹൃദയസ്ഥ രവിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി. ഇപ്പൊ ഹൃദയസ്ഥ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, ഹൃദയം ചിന്തകളുടെ കേന്ദ്രമാണ് അല്ലെ, ചിന്താമണി ഗൃഹത്തിലിരിക്കുന്നവൾ. രവിപ്രഖ്യ അപ്പൊ രവി സൂര്യൻ, പ്രഖ്യാകാന്തി അപ്പൊ സൂര്യകാന്തി ഉള്ളവളായിട്ട് തപസ്വികൾക്ക് പ്രത്യക്ഷമാകുന്നവൾ. ത്രികോണാന്തര ദീപിക ത്രികോണം, രണ്ട് ത്രികോണങ്ങളുടെയും ഉള്ളില് ദീപമായിട്ട് ഇരിക്കുന്നവൾ. മുകളിലോട്ട് മുനയുള്ള ശിവത്രികോണം ആത്മജ്ഞാന രൂപകമാണ്, ആത്മജ്ഞാന സ്വരൂപമാണ്. താഴേക്ക് മുനയുള്ള ശക്തി ത്രികോണമാണ്, ഭൗതിക ഐശ്വര്യ സ്വരൂപമാണത്. രണ്ടിന്റെയും ശക്തി ദേവി തന്നെയാണ്. അന്തര എന്ന് പറഞ്ഞാൽ ഉള്ളില്. ഇപ്പൊ ദാക്ഷായണി സ്വർണത്തിന്റെ പ്രഭയുള്ളവളായിട്ട് തപസ്വികൾക്ക് ദർശനം നൽകുന്നവൾ. ദാക്ഷായണം സ്വർണം. ഇപ്പൊ ദൈത്യഹന്ത്രി, ദൈത്യം എന്ന് പറഞ്ഞാൽ അസുരഭാവം, ആസുരിക ഭാവം. ഹന്ത്രി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൾ. അപ്പൊ എല്ലാവരിലുമുള്ള ആസുര സ്വഭാവങ്ങളെ നശിപ്പിക്കുന്നവൾ. ദക്ഷ യജ്ഞ വിനാശിനി, ദക്ഷന്റെ യജ്ഞത്തെ നശിപ്പിക്കുന്നവൾ. ദക്ഷൻ എന്ന് പറഞ്ഞാല് സാമർഥ്യമുള്ളവൻ, പ്രതിഭയുള്ളവൻ. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ സൃഷ്ടി. അതീവ പ്രതിഭാശാലിയാണെങ്കിലും അവന്റെ സൃഷ്ടി പരിശ്രമം സഫലമാകണമെങ്കിൽ എന്താ വേണ്ടേ? അമ്മയുടെ അനുഗ്രഹം വേണമെന്നർത്ഥം. ഇപ്പൊ മുൻപിൻ നോക്കാതെ പ്രവർത്തിക്കുക, മടികൂടാതെ പ്രവർത്തന നിരതമാകുക എന്നീ അർത്ഥങ്ങളും ദക്ഷപദത്തിനുണ്ട്. ഇപ്പൊ മുൻപിൻ നോക്കാതെയുള്ള വിവേചനരഹിതമായിരിക്കുന്ന പ്രവർത്തികളെ നിയന്ത്രിക്കുന്നവൾ. അപ്പോ ഹൃദയസ്ഥ അല്ലേ, നല്ലൊരു വാക്കാണ്. ഇപ്പൊ എല്ലാവരുടെയും ഉള്ളില് അല്ലെ, ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഹൃദയം സർവ്വജഗത്തിനും ബീജസ്ഥാനമാണ്. അതില് ആ ഒരു ജഗത് രൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. ഹൃദയം എന്നുള്ള പദം കൊണ്ട് പരമേശ്വര ഹൃദയം എന്ന് നമുക്ക് എന്താ പറയാ പ്രസിദ്ധമായ ഉപനിഷത്തിനെ കുറിക്കുന്നു എന്നും പക്ഷമുണ്ട്. ആ ഉപനിഷത്തില് ജ്ഞാനരൂപമായിട്ട് വർത്തിക്കുന്നവൾ, സ്ഥിതി ചെയ്യുന്നവൾ. രവിപ്രഖ്യ ഇപ്പൊ സൂര്യ സമാനമായിട്ടിരിക്കുന്നവൾ, സൂര്യനെ പോലെ കാന്തിമതിയായിട്ട് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് നമ്മൾ പറയണം. ഇപ്പൊ ഹൃദയെ താവത് സൂര്യമണ്ഡല സ്ഥി എന്ന് പറയണം. ആ തച്ച വിദ്യ ദ്വിതീയ കൂടമിത്യാശ ഇത്യാശേന രവിപ്രഖ്യ. ഇത് സൗഭാഗ്യ ഭാസ്കരത്തിൽ പറയുന്നതാണ്. ഹൃദയത്തിൽ സൂര്യമണ്ഡലം ഉണ്ടെന്ന് പറയണു. അത് വിദ്യ എന്ന് പറയുന്ന ദ്വിതീയ കൂടമാണ്. ദേവിക്ക് ത്രികൂടയാണെന്ന് കണ്ടു ഇല്ലേ. ആ സൂര്യമണ്ഡലത്തിന് തുല്യമായിരിക്കുന്ന കാന്തിയോടെ അതിൽ നിന്ന് അഭിന്ന രൂപയായിട്ട് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോ ആ ഒരു മൂക പഞ്ചശതിയില് ഹൃദയസ്ഥ, ബാലസ്ഥ, ശിരസ്ഥ, രവിപ്രഖ്യ, ഇന്ദ്രധനുപ്രഭ, ചന്ദ്രനിഭ എല്ലാ നാമങ്ങളുടെയും ആശയം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ത്രികോണാന്തര ദീപിക മൂലാധാരത്തിലുള്ള ത്രികോണത്തിന്റെ ഉള്ളില് ദീപമായിട്ട്, ദീപികയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. മൂലാധാര പത്മത്തിന്റെ കർണികയില് ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിന്റെ അന്തരം, അതായത് ഉൾഭാഗം അഗ്നിമണ്ഡലമാണ്. അത് പ്രഥമ കൂടമാണ്. ആ ത്രികോണാന്തരത്തില് ദീപം പോലെ ദേവി ജ്വലിക്കുന്നു. അപ്പോ എന്താ പറയാ, അപ്പോ ത്രികോണാന്തര ദീപിക ദാക്ഷായണി, പ്രജാപതിയുടെ പുത്രിയായിട്ട് ജനിച്ചവൾ ദാക്ഷായണി അല്ലെ. പ്രജാപതിയുടെ പുത്രിയായിട്ട് സതി എന്ന പേരിൽ ദേവി അവതരിച്ചതും പരമശിവ പത്നിയായതും ദക്ഷൻ നടത്തിയ മഹായാഗത്തിൽ ക്ഷണിക്കാതിരുന്നിട്ടും ദേവി എത്തിയതും പിതാവായ ദക്ഷനാൽ അപമാനിതയായ ദേവി യോഗാഗ്നിയിൽ ദഹിച്ചതും ക്രൂദ്ധനായ പരമശിവൻ ദക്ഷയാഗം നശിപ്പിച്ചതും പ്രസിദ്ധമായതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ദാക്ഷായണി. അങ്ങനെ ദേവിയുടെ 51 ശരീരഭാഗങ്ങൾ വീണത് 51 ശക്തിപീഠങ്ങളായിട്ട് തീർന്നു. ദൈത്യഹന്ത്രി, ദൈത്യന്മാരെ ഹനിക്കുന്നവളാണ് ദേവി. ഭണ്ഡാസുരൻ, മഹിഷാസുരൻ, ശുംഭനിശുംഭന്മാര് തുടങ്ങിയ ആ ഒരു അസുരന്മാരെ വധിക്കുന്നതിനായിട്ട് പല രൂപത്തില് ദേവി അവതരിച്ചു. ലളിതാംബികയായിട്ടുള്ള അവതാരം എടുത്തത് തന്നെ ഭണ്ഡാസുരനെ വധിക്കാനാണ് അല്ലെ. ദക്ഷയജ്ഞ വിനാശിനി, പ്രജാപതി നടത്തിയ യാഗത്തെ നശിപ്പിച്ചവൾ. യാഗം നശിപ്പിച്ചത് ശ്രീ പരമേശ്വരനാണെങ്കിലും അതിന് കാരണം എന്താ? സതീദേവിയുടെ ആ ഒരു ദേഹത്യാഗമാണ് അല്ലെ. ദേവിയെ ദക്ഷയജ്ഞ വിനാശിനി എന്ന് പറയാൻ കാരണം അതുകൊണ്ട്. സപ്തഋഷികളുടെ ശാപത്താല് പ്രജാപതി ദക്ഷൻ എന്ന പേരോടുകൂടി പ്രാചീന ബർഹിസിന്റെ പൗത്രനായിട്ട് പ്രജേതസിന്റെ മകനായിട്ട് ജനിച്ചു എന്ന് കഥ. ആ രാജാവിന്റെ യാഗത്തെയും ദേവി നശിപ്പിച്ചതായിട്ട് വായുപുരാണത്തിലും ബ്രഹ്മപുരാണത്തിലും പറയുന്നുണ്ട്. ധനം, അധികാരം, പദവി എന്നിവ കൊണ്ട് അഹങ്കരിക്കുന്ന വ്യക്തികള് സ്വന്തം
ആ ഒരു പ്രതാപം പ്രദർശിപ്പിക്കാനായിട്ട് നടത്തുന്ന യാഗം, പൂജ തുടങ്ങിയവ ഈശ്വരപരമാണെങ്കിൽ പോലും ദേവിക്ക് ഹിതമല്ല. ഇപ്പൊ ദക്ഷ പ്രജാപതി സർവ്വദേവന്മാരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ മഹായാഗം നശിപ്പിച്ചത് ദേവി തന്നെയാണ്, ഇല്ലേ? ഈ ശത്രുവിനെ ഞാൻ വധിച്ചു. ദേവി പറയുന്നുണ്ട്, ഈ മറ്റ് ശത്രുക്കളെ എല്ലാം ഞാൻ കൊല്ലും. ഞാൻ ഈശ്വരനാണ്, അല്ലെ? ഞാൻ സിദ്ധനും ബലവാനും സുഖിയുമാണ്. ഞാൻ ആഢ്യനും ശ്രേഷ്ഠനുമാണ്. എനിക്ക് തുല്യമായിട്ട് മറ്റാരുമില്ല. ഞാൻ യാഗം നടത്തും, ഞാൻ ദാനം ചെയ്യും, ഞാൻ സന്തോഷിക്കും എന്നിങ്ങനെയുള്ള അജ്ഞാന വിമോഹിതങ്ങളായിട്ടുള്ള അനേക തരത്തിലുള്ള ചിത്തവിഭ്രാന്തിയെ, കാമഭോഗങ്ങളിൽ ആസക്തരായവര് ആ ഒരു അശുചിയായ നരകത്തിൽ പതിക്കണമെന്ന് പറയണു. അപ്പൊ തന്നെത്താൻ കേമത്തം നടിക്കാനും ധനത്തിലും പദവിയിലും അഹങ്കരിക്കുന്നവരുമായിരിക്കുന്ന അവര് വിധികളെ ലംഘിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അപ്പൊ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം എന്നിവയെ ആശ്രയിച്ചവരും അതായത് തന്റെയും അന്യരുടെയും ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ ദ്വേഷിക്കുന്നവരും അസൂയാലുക്കളും അവരെ ക്രൂരന്മാരും വൃത്തികെട്ടവരുമായിരിക്കുന്ന ആ നരാധമന്മാരെ ഞാൻ നശിപ്പിക്കും. ആസുരിക യോനികളിൽ വീണ്ടും വീണ്ടും അവരെ പതിപ്പിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ. അപ്പൊ ദക്ഷയജ്ഞം ഇല്ലാതാക്കിയത് എന്താ? ദക്ഷന്റെ ആ ദംഭം, അല്ലെ? അഹങ്കാരം, ഈഗോ, അതിനെ ശമിപ്പിക്കാനാണ്. അപ്പൊ ദേവി അവിടെ എവിടെയൊക്കെയാണോ അഹങ്കാരമുള്ളത്, അല്ലെ, അതിനെ നശിപ്പിക്കാനായിട്ട് വീണ്ടും വീണ്ടും ദേവി ആവിർഭൂതയാകും. അമ്മ ആരാണ്? ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാതാ ഗുഹ ജന്മഭൂ. ധരാന്തോളിത ദീർഘാക്ഷി, ധരം ഭയം, ആന്തോളിതം ഇളകുന്ന ആ ഒരു എന്താ പറയാ, ആട്ടി അകറ്റുന്ന, ദീർഘ നീണ്ട, അക്ഷി എന്ന് പറഞ്ഞ കണ്ണ്, ഭക്തന്മാരുടെ ഭയത്തെ ആട്ടി അകറ്റുന്ന നീണ്ട കണ്ണുകൾ ഉള്ളവൾ. ധരഹാസോജ്വലന്മുഖി, ധരം എന്ന് പറഞ്ഞ ഭയം, ഹാസം ചിരി, ഭക്തർക്ക് സന്തോഷവും നീചർക്ക് ഭയവും ഉണ്ടാക്കുന്ന ഉജ്ജ്വലമായിരിക്കുന്ന മുഖമുള്ളവൾ. ഇതൊക്കെ യോഗികളുടെ ദർശനാണ്. ഗുരുമൂർത്തി, സദ്ഗുരുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നവൾ, സദ്ഗുരുവിൽ നിറഞ്ഞവൾ. ഗുണനിധി, പ്രപഞ്ചത്തിലെ എല്ലാ ഗുണങ്ങളുടെയും ആധാരമായിട്ടുള്ളവള്. ഗോമാത, ഗോ എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ജന്തുക്കളെല്ലാം ഗോയാണ്, ഇല്ലെ? ചലനശേഷിയുള്ള ജന്തുക്കൾക്ക് മാതാവായിട്ടിരിക്കുന്നവൾ. ഗുഹ ജന്മഭൂ, ചലിക്കാത്ത ജീവജാലങ്ങള്, ഇല്ലെ? ഗുഹ ജന്മഭൂ, ജന്മഭൂ എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സ്ഥാനം. ഇപ്പൊ ചലിക്കാത്ത ജീവജാലങ്ങൾക്കും മാതാവായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിന്റെയും പ്രസവിത്രി പ്രചണ്ഡാത്മാ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും മാതാവായിട്ടിരിക്കുന്നവൾ, അല്ലെ? അപ്പോ അല്പാൽപമായിട്ട് ചലിക്കുന്ന ദീർഘങ്ങളായ അക്ഷികള്, കണ്ണുകളോട് കൂടിയവളും എന്താ പറയാ, ആ ഒരു അല്പമായി ചലിക്കുന്ന കണ്ണുകൾ അത്രയും സൗന്ദര്യ ലക്ഷണാണ്, ഇല്ലെ? സാമുദ്രിക ശാസ്ത്രത്തിൽ, അതായത് ഭാരതീയ കാവ്യ സങ്കല്പങ്ങളിൽ വിവരിക്കുന്ന ചഞ്ചലാക്ഷി, അല്ലെ? ഇപ്പൊ ദേവിയുടെ കണ്ണുകളെയാണ് പറയുന്നത് അത് സ്ത്രീ സൗന്ദര്യത്തിന്റെ പര്യായമായിരിക്കുന്ന ആ ഒരു ആകർണ ദീർഘനയന, ആ ചെവി വരെ നീണ്ട കണ്ണുകളോട് കൂടിയ വിശാലാക്ഷി, അല്ലെ? ദേവിയുടെ മുഖത്തിന് മനോഹരമായിരിക്കുന്ന കണ്ണുകള് ലാവണ്യം കൂടുതൽ നൽകുകയാണ്. അപ്പം ആ ഒരു ധരം എന്നുള്ള പദത്തിന് ഭയം എന്ന അർത്ഥമുണ്ട്. ഈ അർത്ഥത്തില് ഭയത്തെ ആന്തോളനം ചെയ്യുന്ന, നശിപ്പിക്കുന്ന ദീർഘമായിരിക്കുന്ന കണ്ണുകൾ ഉള്ളവൾ എന്ന് എടുക്കണം. ഇപ്പൊ ദേവിയുടെ ദീർഘാക്ഷികള് ആ ഒരു കരുണാതരംഗിതമായിട്ട് എന്നൊരു ആ ഒരു ഉപാസകനിൽ എപ്പോ പതിയുന്നു അവന് ഭയം നശിക്കണു, അല്ലെ? സർവ ഭയങ്ങളിൽ നിന്നും അഭയം കൊടുക്കുന്നവളാണ് ദേവിയുടെ ദീർഘാക്ഷികള്. അപ്പൊ ശത്രുക്കൾക്ക് ഭയങ്കരമായി ഇളകുന്ന ആ നോട്ടത്തോടു കൂടിയവളെന്നും നമുക്ക് എടുക്കാം. അപ്പൊ മഹിഷൻ, ശുംഭനിശുംഭൻ തുടങ്ങിയവരെ വധിക്കാൻ കോപകലുഷിതമായിട്ടുള്ള കണ്ണുകളോട് ഉദ്യമിക്കുന്ന ദേവിയെ നമുക്ക് സ്മരിക്കാം, അല്ലേ? ധരഹാസോജ്വലന്മുഖി, ധരഹാസം എന്ന് പറഞ്ഞാൽ മന്ദഹാസം കൊണ്ട് ഉജ്ജ്വലമായ ശോഭായമാനമായ മുഖമുള്ളവൾ. മന്ദഹാസം കൊണ്ട് മനോജ്ഞമായ മുഖം, അല്ലെ? സൗന്ദര്യ അതിശയത്തോടൊപ്പം ഭക്തന്മാരിൽ പ്രകടമായിരിക്കുന്ന വാത്സല്യത്തെയും കുറിക്കുകയാണത്. അപ്പൊ ഭയങ്കരമായ അട്ടഹാസത്തോടുകൂടി ശത്രുക്കളായിരിക്കുന്ന ദുഷ്ടരെ സംഹരിക്കാൻ തുനിയുന്ന ദേവി. ആ ദേവി ആരായിട്ട് മാറണു? ഗുരുമൂർത്തി, ഗുരു തന്നെ മൂർത്തിയായിട്ടുള്ളവൾ. ദേവി, മന്ത്രം, ഗുരു, ശ്രീചക്രം, ഇത് നാലും ഒന്നായിട്ട് കണക്കാക്കേണ്ടതാണെന്ന് ഭാവന ഉപനിഷത്ത് പറയണു. ഗുരുവിന് ഉപാസനാദികളിൽ ദേവിക്ക് തുല്യമായിട്ട് പ്രാധാന്യം നൽകി കാണുന്നുണ്ട്. അപ്പൊ മന്ത്രം ദേവിയുടെ ശബ്ദശരീരവും ശ്രീചക്രം നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചവുമാണ്. ഈ പ്രപഞ്ചത്തിൽ ദേവിയെ ചിത്രീകരിക്കുന്ന രൂപമാതൃകയാണ് ശ്രീചക്രം. അപ്പൊ ചക്രവും ദേവിയും തമ്മിലുള്ള അതായത് ദേവിയും മന്ത്രവും തമ്മിലും ഐക്യമുള്ളതുപോലെ ദേവിയും ഗുരുവും തമ്മിൽ ഐക്യമുണ്ട്. ഗുരുവിനെ ശിവശക്തികളുടെ
ഏകീകൃത മൂർത്തിയായിട്ട് നമ്മൾ കാണണം. ഇപ്പൊ ശിവനാകുന്ന ജ്ഞാനരൂപമായിരിക്കുന്ന വെളിച്ചം, ശക്തിയാകുന്ന വിമർശ രൂപത്തിലുള്ള വിവേചനവും ഒന്നിച്ചു ചേർന്നതാണ് ഗുരുവിന്റെ രൂപം എന്ന് പറയാറുണ്ട്. അപ്പോ എന്താ ശരിക്കും പറഞ്ഞാല് ആ ഒരു വന്ദേ ഗുരു പദം പദദ്വന്ദ്ം അവാക്മയ ഗോചരം രക്തശുക്ല പ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹഹ. ശിവന്റെ ശുക്ലവർണ്ണമായിരിക്കുന്ന പ്രഭയും ശക്തിയുടെ ആ ചുവന്ന പ്രകാശവും സംയോജിച്ച് ഉജ്ജ്വല തേജസ്സായിരിക്കുന്ന ആ ഗുരുപാദങ്ങള് സദാ എന്റെ ശിരസിന് മുകളിൽ എനിക്ക് കാണാൻ സാധിക്കട്ടെ. അല്ലെ, ത്രൈപുരം മഹഹ. അപ്പൊ ആ ഗുരുപാദങ്ങളുടെ പ്രാധാന്യമാണ് പറയുന്നത്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഈ പ്രാർത്ഥന കൊണ്ട് ഗുരുവിന് ഉപാസകൻ കൊടുക്കേണ്ട സ്ഥാനം വ്യക്തമാണ്. അല്ലെ, ഈ നാമത്തിന് ദേവിയെ ഗുരുവിന്റെ മൂർത്തിയായിട്ട് സ്വീകരിച്ചവളായിട്ട് വർണ്ണിക്കണു. അപ്പൊ ദേവി ഗുരുമൂർത്തി സ്വരൂപിണി, ഗുണനിധി, ഗുണങ്ങൾക്ക് നിധിയായിരിക്കുന്നവൾ, സത്വരജസ് തമോ ഗുണങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവൾ. ഇല്ലേ, ആ ഒരു ഭൂതദയ, ക്ഷമ, അനസൂയ, ശൗചം, അനായാസം, മംഗളം, അകാർപ്പണ്യം, അസ്പൃഹ എന്നുള്ള അഷ്ടഗുണങ്ങൾ, ഈ 8 ഗുണങ്ങൾക്കും നിധിയായിട്ടുള്ളവളാണ് ദേവി. അപ്പൊ ദ്രവ്യങ്ങൾക്ക് രൂപരസ ഗന്ധാദികളായിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങൾ ഉള്ളവയെ ഗുണങ്ങളെന്ന് പറയുകയാണ്. ഇപ്പൊ വസ്തുക്കളില് ഗുണരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ദേവി തന്നെയാണ്. അപ്പൊ വസ്തുക്കളിൽ കാണുന്ന ഗുണങ്ങൾക്ക് നിധി ദേവി തന്നെയാണ്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു സഹജ വാസനാജന്യമായ സ്വഭാവത്തെ ഗുണശബ്ദം കുറിക്കുന്നുണ്ട്. ഈ സ്വഭാവങ്ങൾക്ക് നിധിയായിട്ടുള്ളവൾ. ഇപ്പൊ സാഹിത്യങ്ങളിൽ നമ്മൾ ശ്ലേഷം, പ്രസാദം, മാധുര്യം, സമത എന്നീ ഗുണങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ കലാരൂപമായിരിക്കുന്ന ശ്രീദേവി ആയതുകൊണ്ട് ഗുണങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. അപ്പോ നവവ്യൂഹാത്മ രൂപമായിരിക്കുന്ന ഗുണങ്ങൾക്ക് നിധിയായവളെന്നും എടുക്കാം. അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, ഔദാര്യം, ധൈര്യം മുതലായിട്ടുള്ള ആ ഒരു വ്യക്തികളില് പ്രമാണപ്രകാരം കാലവ്യൂഹം, കുലവ്യൂഹം, നാമവ്യൂഹം, ജ്ഞാനവ്യൂഹം, ചിത്തവ്യൂഹം, നാദവ്യൂഹം, ബിന്ദുവ്യൂഹം, കൽപ്പവ്യൂഹം, ജീവവ്യൂഹം എന്നിവയാണ് നവവ്യൂഹങ്ങള്. അപ്പൊ ഇതിന് നിധിയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ഗുണശബ്ദത്തിന് കയറെന്നർത്ഥമുണ്ട്. വള്ളം കെട്ടാനുള്ള കയറ് എന്ന ലക്ഷണ വ്യാപാരം കൊണ്ട് ഗ്രഹിക്കണം. അതായത് മത്സ്യാവതാര കാലത്ത് ഭഗവാന്റെ ആജ്ഞപ്രകാരം വൈവസ്വത മനു സർവ്വ വസ്തുക്കളുടെയും ബീജങ്ങൾ ആ ഒരു സംഗ്രഹിച്ച് ഒരു നൗകയിൽ ശേഖരിച്ചുവെന്നും ഋഷിമാരെയും അതിൽ കയറ്റി പ്രളയവാരുതിയിലെ ലോകം മുഴുവൻ മുങ്ങിപ്പോയപ്പോൾ നൗക ഭഗവാന്റെ അവതാരമായിരിക്കുന്ന മത്സ്യത്തിന്റെ ആ ഒരു ശൃംഗത്തിൽ കെട്ടിയെന്നും നവയോജന ദീർഘവും ആ ഒരു എന്താ പറയാ അത്രയും തന്നെ വിസ്തൃതമായിരിക്കുന്ന നൗകയെ വലിച്ചുകൊണ്ട് മത്സ്യരൂപമായിരിക്കുന്ന മഹാവിഷ്ണു പ്രളയജലത്തിൽ ക്രീഡിച്ചു. അപ്പോൾ ആ ഒരു ചർമ്മം കൊണ്ട് നിർമ്മിച്ച കയറ് കൊണ്ടാണ് നൗകയെ ദിവ്യ മത്സ്യത്തിന്റെ ശൃംഗത്തിൽ കെട്ടിയത്. അപ്പൊ ചർമ്മ നിർമ്മിതമായ കയറ് പൊട്ടിപ്പോകാതെ അതിനെ ദേവി ദൃഢമാക്കി തീർത്തു. ജഗദംബ കയറിൽ സ്ഥിതി ചെയ്ത് അതിനെ ദൃഢമാക്കിയാൽ അത് ദൃഢമാക്കിയത് കൊണ്ട് ഗുണം ധീയതേ ആസ്യാം എന്ന് ഗുണനിധി എന്നുള്ള രൂപം ഉള്ള രൂപത്തിന് നമ്മൾ അർത്ഥം എടുക്കണം. അപ്പോൾ ആ ജഗദ്ധാത്രിയും മഹാമായയും ലോകമാതാവായിരിക്കുന്ന ജഗന്മയിയായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിച്ചതെന്ന് വിഷ്ണു, അതായത് മനുവിനോട് വിഷ്ണു ഭഗവാൻ പറയുന്നുണ്ട്. ഗോമാത, കാമധേനു തുടങ്ങിയ ഗോക്കൾക്ക് മാതാവായിരിക്കുന്നവർ. ഗോ എന്ന പദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. സ്വർഗം, ആകാശം, വാക്ക്, വജ്രം, ശരം, ദിക്ക്, രശ്മി, ഭൂമി, ജലം, ഒരു യാഗം, സരസ്വതി, ആദിത്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ജ്ഞാനേന്ദ്രിയം, കുലം, പർവ്വതം എന്നീ അർത്ഥങ്ങൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാം സ്വീകരിച്ച് അവയ്ക്ക് ഉൽപ്പത്തി സ്ഥാനമായിട്ടും അമ്മയായിട്ടും ഇരിക്കുന്നവൾ. അപ്പൊ അങ്ങനെ എടുക്കാം. ഗുഹ ജന്മഭൂ. അപ്പോ നമ്മള് എന്താ പറയാ, ഹൃദയസ്ഥ രവിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോളിത് ദീർഘാക്ഷി ധര ഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാത ഗുഹ ജന്മഭൂ. അല്ലെ, അപ്പൊ ആ ഗുഹ ജന്മഭൂ എന്ന് പറയുന്ന നാമത്തോടു കൂടി നമുക്ക് എന്താ പറയാ ഇന്ന് ഇവിടെ നിർത്താം. കാരണം ഗുഹ ജന്മഭൂ എന്ന് പറഞ്ഞാൽ ഗുഹന്റെ അങ്ങനെ എടുക്കാം നമുക്ക്. സ്കന്ദന്റെ ജന്മഭൂവായിട്ടുള്ളവൾ, അമ്മയായിരിക്കുന്നവൾ. ഗുഹ ശബ്ദം അവിദ്യയാൽ സമൃദ്ധമായ ജീവനെയും കുറിക്കുന്നുണ്ട്. അല്ലെ, ആ ഒരു അജ്ഞാനത്തിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ജീവൻ. ഇപ്പൊ ജീവാത്മാക്കൾക്ക് ജന്മസ്ഥാനമായവൾ എന്ന ഈ പദത്തിന് നമുക്ക് വ്യാഖ്യാനം എടുക്കാം. അപ്പൊ ഗുഹ ജന്മഭൂ
അപ്പൊ അടുത്ത നാമം മുതൽ നമുക്ക് ഈ സത്സംഗം ഇന്ന് ഇവിടെ നിർത്തിക്കൊണ്ട് അടുത്ത നാമം, ഇനിയും നമുക്ക് നാമങ്ങള് ദേവിയുടെ ഇങ്ങനെ നിരനിരയായിട്ടില്ലേ, ദേവേശി, ദണ്ഡനീതി, നീതിസ്ഥ മുതലുള്ള നാമങ്ങൾ നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. അപ്പൊ ഭക്തിം ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.